മനുഷ്യൻ സൃഷ്ടിലോകത്തെ മഹാത്ഭുതം. ആർത്തിരമ്പുന്ന തിരകളിൽ, താരകം വിരിയുന്ന ആകാശഗംഗയിൽ, അമ്പരചുംബികളായ പർവ്വതനിരകളിൽ അധീശത്വം നൽകപ്പെട്ട ദൈവസൃഷ്ടി. കാടിനെ, കാറ്റിനെ, കടലിനെ അവൻ കീഴടക്കി. ആറ്റം മുതൽ ആന വരെ മനുഷ്യൻ അധീനപ്പെടുത്തിയിരിക്കുന്നു. ശക്തനും ബുദ്ധിമാനുമായ ഈ മനുഷ്യൻ നിസ്സഹായമാവുന്ന ചില നിമിഷങ്ങളില്ലേ? വരികളിൽ വർണ്ണിക്കാനാവാത്ത നിസ്സഹായത. തിരക്കുനിറഞ്ഞ ജീവിത നിമിഷങ്ങൾക്കിടയിൽ ഒരു ദിനം, മരണം മുഖാമുഖമെത്തുമ്പോൾ മനുഷ്യൻ നിസ്സഹായനായി കീഴൊതുങ്ങുന്നു. വിരോധം, പ്രതിഷേധം, കക്ഷിത്വം, അഹന്ത എല്ലാം മനുഷ്യൻ മറക്കുന്നു. ഇത് പകയുടെ അഗ്നിപർവ്വതങ്ങൾ ഐസ് മലകളായി മാറുന്ന ഘട്ടം. ആത്മപരിശോധനയ്ക്ക് ആരും തയ്യാറാകുന്ന സന്ദർഭം. പിന്നിട്ട ജീവിത നിമിഷങ്ങൾ, അബദ്ധസഞ്ചാരത്തിന്റെ വഴിദൂരം, പറഞ്ഞുപോയ വാക്കുകൾ, ചെയ്യാൻ മറന്ന ദൗത്യങ്ങൾ എല്ലാം മനസ്സിന്റെ മിനിസ്ക്രീനിൽ തെളിയുന്ന വൈകാരിക നിമിഷങ്ങൾ. പക്ഷേ സമയം തീർന്നു. അവസരങ്ങൾ അവസാനിച്ചു. ഇനി മടക്കമില്ല. പശ്ചാത്താപത്തിന്റെ വാതിലുകളും കൊട്ടിയടക്കപ്പെട്ടു. സുഹൃത്തേ, ഈ ഗതി നമുക്ക് വരരുത്. ആത്മപരിശോധനകൾ നടക്കട്ടെ. തിരുത്തലിന്റെ, തിരിച്ചറിവിന്റെ തീരങ്ങൾ അണയാൻ വൈകരുത്. ഇല്ലെങ്കിൽ ആത്മാവിനെ പിടിച്ചിറക്കപ്പെടുമ്പോൾ വിലാപങ്ങൾ ഉയരും, തീർച്ച. حتى إذا جاء أحدهم الموت قال رب ارجعون لعلي أعمل صالحا فيما تركت كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون. അങ്ങനെ അവരിൽ ഒരാൾക്ക് മരണം വന്നെത്തുമ്പോൾ അവൻ കേണു പറയും, എന്റെ നാഥ, നീ എന്നെയൊന്ന് ഭൂമിയിലേക്ക് തിരിച്ചയക്കണമേ. ഞാൻ ഉപേക്ഷ വരുത്തിയ കാര്യത്തിൽ ഞാൻ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നവനായേക്കാം. ഒരിക്കലുമില്ല. അത് ഒരു വെറും വാക്കാണ്. അവനതങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരുടെ പിന്നിൽ ഒരു മറയുണ്ടായിരിക്കും, അവരെ ഉയിർത്തെഴുന്നേൽപ്പിക്കും വരെ. സുഹൃത്തേ, 3 കഷ്ണം തുണിയിൽ പ്രിയപ്പെട്ടവർക്ക് മുന്നിൽ നമസ്കാരം കാത്തു കിടക്കുമ്പോൾ, ക്ഷമ ചോദിക്കാൻ മറന്ന താങ്കൾക്കു വേണ്ടി അവിടെ ഒരാൾ ക്ഷമ ചോദിക്കും. മാപ്പ് ചോദിക്കാൻ മറന്ന താങ്കൾക്കു വേണ്ടി അയാൾ മാപ്പിരക്കും. ഓർക്കുക, അന്ന് സ്വഫുകളിൽ തലകുനിച്ചു നിൽക്കുന്നവരുടെ ഔദാര്യം കാത്തുകിടക്കുന്ന നാം അവർക്ക് പൊറുക്കാനാവാത്ത വാക്കുകൾ പറഞ്ഞിരുന്നു. അവർക്ക് മറക്കാനാവാത്ത വല്ലതും ചെയ്തിരുന്നു. സുഹൃത്തേ, വാക്കുകൾ വാളിനേക്കാൾ ശക്തമാണ്. അക്ഷരശരങ്ങൾ ഹൃദയങ്ങളിൽ തീർക്കുന്ന മുറിവിന്റെ ആഴം ഒരുപക്ഷെ നാം അറിയുന്നില്ല. കാരണം ചിലർ ഒരു പ്രത്യേക ആവേശത്തിലാണ്, വേറെ ചിലർ സംഘടനാ സങ്കുചിത നിലപാടുകളിലാണ്. പലരും, നേതാക്കളും സഹപ്രവർത്തകരും പ്രബോധകരും പറയുന്നത് അതുപോലെ ആവർത്തിക്കുന്നു. സ്റ്റേജിൽ നിന്നും ഉയർന്നു കേട്ട ഇരട്ടപ്പേരുകൾ യാന്ത്രികമായി അവർ ഉരുവിടുന്നു. ആയിരങ്ങളുടെ വിശ്വാസം ചോദ്യം ചെയ്യുന്നു. അവർ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് ആരോപിക്കുന്നു. സുഹൃത്തേ, താങ്കൾ അത്തരക്കാരിൽ ഉൾപ്പെടുന്നുണ്ടോ? കടബാധ്യതകൾ മറന്നാലും കയ്യേറ്റങ്ങൾ പൊറുത്താലും പ്രസ്തുത ആരോപണങ്ങൾക്ക് മാപ്പ് നൽകപ്പെടുമോ? ഈ കല്ലുവെച്ച നുണ ബന്ധങ്ങളെ ശിഥിലമാക്കി. പലരും വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഈ നുണപ്രചാരണം മഹല്ലുകളെ തകർത്തു.
പ്രസ്ഥാനത്തെ ആശയ എതിരാളികളുടെ മുൻപിൽ ദുർബലമാക്കി. എന്നാൽ ഈ ഭിന്നതയിൽ നമുക്കുണ്ടായ ഏറ്റവും വലിയ നഷ്ടം എന്താണ്? തൗഹീദിന്റെ പേര് പറഞ്ഞ് ആയിരങ്ങളെ പുറന്തള്ളിയവർ മതത്തിന്റെ ചില അടിസ്ഥാനങ്ങൾ തിരുത്തുക വഴി ശിർക്കൻ വഴികളിലൂടെ പ്രയാണം തുടങ്ങിയിരിക്കുന്നു. ഇതാണ് ഈ ഭിന്നിപ്പ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ വേദന, ഏറ്റവും വലിയ നഷ്ടം. അതെ, പ്രവാചക പ്രവചനം പുലർന്നിരിക്കുന്നു. തൗഹീദ് കാത്തുസൂക്ഷിക്കുന്ന ഒരു ജനവിഭാഗത്തിനെതിരിൽ വിശ്വാസ വ്യതിയാനം ആരോപിച്ചാൽ അതേ ആരോപണം ആരോപിച്ചവനിലേക്ക് തിരിച്ചെത്തുമെന്ന് തിരുദൂതർ നമ്മെ പഠിപ്പിച്ചു. അതുതന്നെ സംഭവിച്ചു. ഷിർക്കിനെതിരിൽ പ്രവർത്തിക്കുകയും എന്നാൽ ഷിർക്കൻ വിശ്വാസങ്ങൾ സംഘടനാ സങ്കുചിതത്വത്തിന്റെ പേരിൽ ഹൃദയത്തിലേറ്റുകയും ചെയ്യുന്ന ഏതാനും ചിലർ അറിഞ്ഞോ അറിയാതെയോ ഇവിടെ ഉണ്ടായിത്തീർന്നില്ലേ? ഈ സത്യം മനസ്സിലാക്കാൻ ശിർക്ക് വരുന്ന വഴികളെക്കുറിച്ച് ചില അടിസ്ഥാനങ്ങൾ താങ്കൾ തിരിച്ചറിയേണ്ടതുണ്ട്. ചലനമറ്റ മഹാത്മാവിന്റെ മൺകൂനയ്ക്കരികിൽ കരളുരുകി തേടിയാൽ മാത്രമല്ല ഷിർക്ക് സംഭവിക്കുന്നത്. കബറിനരികിൽ സുജൂദും റുകൂഉം തവാഫും നിർവഹിച്ചാൽ മാത്രമല്ല ഷിർക്ക് വരുന്നത്. ഉറുക്കും നറുക്കും ഏലസും മാത്രമല്ല ഷിർക്ക് കൊണ്ടുവരുന്നത്. പൂജാവിഗ്രഹത്തിനും ചില്ലിലടച്ച ദൈവങ്ങൾക്കും കാണിക്ക വെക്കൽ മാത്രമല്ല ഷിർക്കായി മാറുന്നത്. അല്ലാഹുവിന് മാത്രം നിർവഹിക്കാൻ കഴിയുന്ന ഒരു കാര്യം ഭൂമിയിലെ ഏതെങ്കിലും ശക്തിയോ വ്യക്തിയോ നിർവഹിക്കും എന്ന് വിശ്വസിച്ചാലും അത് ഷിർക്ക് തന്നെ. സുഹൃത്തെ, അഭൗതിക കഴിവ് അല്ലാഹുവിന് മാത്രമെന്നാണ് നാം പഠിപ്പിക്കപ്പെട്ടത്. എന്താണ് അഭൗതികം? എന്താണ് കാര്യകാരണ ബന്ധം? എന്താണ് അദൃശ്യം? തൗഹീദി ചർച്ചയിലെ ഈ സുപ്രധാന ഭാഗം താങ്കൾ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ലോകത്ത് ഒരു സൃഷ്ടിക്കും നിർവഹിക്കാനാവാത്ത നിരവധി വിഷയങ്ങളില്ലേ? സൃഷ്ടികൾക്ക് സാധിക്കാത്തതും സ്രഷ്ടാവിന് മാത്രം സാധിക്കുന്നതുമായ ഇത്തരം കാര്യങ്ങൾക്കാണ് അഭൗതികം എന്ന് പറയുന്നത്. പ്രസ്തുത കാര്യങ്ങൾ നാം നിർവചിക്കുന്ന കാര്യങ്ങൾക്കും കാരണങ്ങൾക്കും അപ്പുറത്തായിരിക്കും. ഈ നിലയ്ക്ക് ഇടപെടാനും പ്രവർത്തിക്കാനും അല്ലാഹുവിന് മാത്രമേ സാധിക്കൂ എന്നാണ് നാം പഠിപ്പിക്കപ്പെട്ടത്. ഒരു ചെടി മുളപ്പിക്കാൻ, മഴ വർഷിപ്പിക്കാൻ, ഹിദായത്ത് നൽകാൻ, മനുഷ്യന്റെ മനസ്സറിയാൻ, ഇങ്ങനെ നിരവധി വിഷയങ്ങൾ. ഇതൊന്നും സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ടതല്ല. ഈ നിലയ്ക്കുള്ള അഭൗതിക കഴിവ് അല്ലാഹുവിന് മാത്രം എന്നാണ് നാം സമൂഹത്തെ പഠിപ്പിച്ചത്. നമ്മുടെ മുൻഗാമികൾ പറഞ്ഞത് എന്താണ്? കേരള നദ്വത്തുൽ മുജാഹിദീൻ സ്ഥാപക പ്രസിഡന്റ് KM മൗലവി സാഹിബ് എഴുതുന്നത് കാണുക. എന്തുകൊണ്ടെന്നാൽ ഒരു ഉപകാരം ചെയ്യുവാനോ ദോഷം വരുത്തുവാനോ ഉപകാരത്തെ തടയുവാനോ ദോഷത്തെ നീക്കുവാനോ ഉള്ള മറഞ്ഞതായ അധികാരശക്തി, ആദിയായ സബബുകൾക്കപ്പുറമുള്ള അധികാരശക്തി സ്രഷ്ടാവിന് മാത്രമേയുള്ളൂ. സൃഷ്ടികൾക്കാർക്കും, ഹയാത്തുള്ളവരാകട്ടെ മരിച്ചവരാകട്ടെ, ആർക്കും ഇല്ല. മലക്കുകളാകട്ടെ, ജിന്നുകളാകട്ടെ, അമ്പിയാക്കളാകട്ടെ, ഔലിയാക്കളാകട്ടെ, ഹയവാനാത്തിനാകട്ടെ, ജമാദാത്തിനാകട്ടെ, ആർക്കുമില്ല, ഒന്നിനുമില്ല. അങ്ങനെയുള്ള മറഞ്ഞ അധികാരശക്തി ഏതൊരു വസ്തുവിലുണ്ടെന്ന് ഒരാൾ ധരിക്കുന്നുവോ അയാൾ ആ വസ്തുവിനെ തന്റെ ഇലാഹാക്കുകയാണ് ചെയ്യുന്നത്. ഈ ധാരണയുടെ ഫലമായുണ്ടാവുന്ന വണക്കമത്രേ ഇബാദത്ത്. ഇവിടെ ആദിയായ സബബുകൾക്കപ്പുറമുള്ള കഴിവ് അഥവാ അഭൗതിക കഴിവ് അല്ലാഹുവിന് മാത്രമാണെന്നും അവനല്ലാത്ത ഒരു ശക്തിക്കും അതില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. കുഞ്ഞീദു മദനിയുടെ ഈ പരാമർശങ്ങൾ നോക്കൂ. എന്നാൽ അഭൗതികമായ മാർഗത്തിൽ ഗുണവും ദോഷവും വരുത്താനുള്ള കഴിവ് ലോകരക്ഷിതാവായ അല്ലാഹുവിന് മാത്രമേയുള്ളൂ. അവന്റെ പടപ്പുകളിൽ ഒരാൾക്കും ആ കഴിവില്ല. അതെ, അഭൗതികമായ രീതിയിൽ അല്ലാഹുവിന് മാത്രമേ സഹായിക്കാനാവൂ എന്നും ഒരു സൃഷ്ടിയുടെയും കഴിവുകൾ അഭൗതികമെന്ന് വിശേഷിപ്പിക്കാനാവില്ലെന്നും ഈ വാചകങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു.
ജിന്നിന്റെയും മലക്കിന്റെയും കഴിവുകൾ അഭൗതികം എന്ന ആശയത്തിലല്ല മുമ്പും നാം പഠിപ്പിക്കപ്പെട്ടത്. പ്രമുഖ ഖുർആൻ പരിഭാഷകൻ കൂടിയായ ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനിയുടെ വരികൾ നോക്കൂ. ജിന്നുകൾക്ക് അള്ളാഹു നൽകുന്ന കഴിവ് മനുഷ്യ കഴിവിന് അതീതമെങ്കിലും അതിനെ അഭൗതികമെന്ന് വിശേഷിപ്പിക്കുന്നത് ശരിയല്ല. അഭൗതികമായ കഴിവ് എന്ന് നാം പറയുമ്പോൾ അള്ളാഹു സൃഷ്ടികൾക്കാർക്കും നൽകിയിട്ടില്ലാത്ത കഴിവാണ്. അതെ, വിഷയം വളരെ വ്യക്തമാണ്. 1980 കാലഘട്ടത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഷബാബ് ചോദ്യോത്തര പങ്ക്തിയിൽ അദ്ദേഹം നൽകിയ മറുപടിയാണിത്. ആദരണീയനായ AP അബ്ദുൽ ഖാദിർ മൗലവി എഴുതിയത് കാണുക. ഈ മറുപടിയിൽ ജിന്നിനനുസൃതമായ ശക്തിയാണ് പ്രവൃത്തിക്ക് ആധാരമായി പറഞ്ഞിട്ടുള്ളത്. അഭൗതികതയുടെ പ്രശ്നമില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാം ജിന്നുകളോട് നടത്തിയ ചോദ്യത്തെക്കുറിച്ചാണ് ഈ പരാമർശം. ഇവിടെ ജിന്നിന്റെ കഴിവ് അഭൗതികമല്ലെന്നും ഒരിക്കലും അഭൗതികമാവില്ലെന്നും മൗലവി നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ബൽക്കീസിന്റെ സിംഹാസനം ആരാണെനിക്ക് കൊണ്ടുവന്ന് തരിക എന്നതാണ് തന്റെ മുമ്പിലിരുന്ന ജിന്നുകളോട് അദ്ദേഹം ചോദിച്ചത്. ജിന്നിനോടുള്ള ചോദ്യങ്ങളെല്ലാം ഷിർക്കാണെങ്കിൽ ഇതും ഷിർക്കാവണമല്ലോ. കാരണം തൗഹീദി നിർവചനം പ്രവാചകന്മാർക്ക് ഒന്നും ബഹുജനത്തിന് മറ്റൊന്നുമാവില്ലല്ലോ. ഷിർക്കാകുന്ന ഒരു ചോദ്യം മുഅ്ജിസത്തിന്റെ ശക്തിപ്രകടനത്തിനും അള്ളാഹു ഉപയോഗിക്കില്ല. കാരണം മുഅ്ജിസത്തുകൾ തന്നെ മനുഷ്യനെ ഷിർക്കിൽ നിന്ന് രക്ഷിച്ച് ഇസ്ലാമിന്റെ തണലിൽ എത്തിക്കാനാണല്ലോ. 2007 ഫെബ്രുവരി 16 ഇറങ്ങിയ വിചിന്തനം വാരികയിലെ ഈ വരികൾ സൂക്ഷ്മമായി വായിക്കുക. വിമർശകനായ ഫൈസിയെ നേരത്തെ ഇക്കാര്യം മുജാഹിദുകൾ ഉണർത്തിയതുമാണ്. ആ ഭാഗവും കാണുക. ഈ ലോകത്ത് എല്ലാ കാര്യവും അള്ളാഹു വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത് കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ വ്യവസ്ഥയ്ക്കതീതമായ കഴിവുകൾ അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്. മലക്കുകളുടെയും ജിന്നുകളുടെയും കഴിവുകളുടെയും പ്രവർത്തനങ്ങളുടെയും കാര്യകാരണങ്ങൾ നമുക്ക് പിടികിട്ടുന്നില്ലെങ്കിലും അതെല്ലാം അവർക്ക് അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥ അനുസരിച്ചാണ്. അതുകൊണ്ടുതന്നെ അതിനെക്കുറിച്ച് അഭൗതികമെന്നോ കാര്യകാരണ ബന്ധങ്ങൾക്കതീതമെന്നോ ബുദ്ധിയും വകതിരിവുമുള്ളവർ പറയുകയില്ല. അന്നും ഇന്നും എന്നും മുജാഹിദുകളുടെ നിലപാട് ഇതാണ് എന്നിരിക്കെ അവരുടെ തൗഹീദ് എങ്ങനെയാണ് പ്രതിസന്ധിയിലാവുക? വിചിന്തനം പഠിപ്പിച്ച ഇതേ നിലപാടിൽ ഉറച്ചുനിന്ന ആയിരക്കണക്കിന് മുജാഹിദുകൾ അവർ ജിന്ന് ആരാധകർ എന്ന് വിളിക്കപ്പെട്ടു. ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നോ സഹായം ചോദിക്കാമെന്നോ ഞങ്ങൾക്ക് വാദമില്ലെന്നും എവിടെ വെച്ചും നാം വിളിച്ചു തേടേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണെന്നും നാം പറഞ്ഞുകൊണ്ടിരുന്നു. റബ്ബിനെ അല്ലാതെ വിളിച്ചു പ്രാർത്ഥിച്ചുകൂടാ. നബിതങ്ങളെയും വിളിച്ചു തേടിക്കൂടാ. അമ്പിയാക്കളോട് തേടിക്കൂടാ. ഔലിയാക്കളോട് പ്രാർത്ഥിച്ചുകൂടാ. ശുഹദാക്കളോട് പ്രാർത്ഥിച്ചുകൂടാ. സിദ്ദീഖീങ്ങളോട് പ്രാർത്ഥിച്ചുകൂടാ. മലക്കുകളോട് പ്രാർത്ഥിച്ചുകൂടാ. ജിന്നുകളോട് പ്രാർത്ഥിച്ചുകൂടാ. ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ നീ അകപ്പെട്ടാലും മുസ്ലിമേ, ജീവൻ പോകേണ്ടി വന്നാലും റബ്ബിനോടല്ലാത്ത ഒരു പ്രാർത്ഥന നമുക്കില്ല. എവിടെ വെച്ചാണെങ്കിലും റബ്ബിനോടല്ലാത്ത ഒരു പ്രാർത്ഥന ഒരൊറ്റ മുസ്ലിമിനും ഇല്ല, ഒരൊറ്റ മുജാഹിദിനും ഇല്ല. ഈ ആദർശം പറയുന്ന ആളുകൾ മുജാഹിദുകൾ മാത്രമാണെന്ന കാര്യത്തിൽ ഒരാൾക്കും ഇനി തർക്കമുണ്ടാകേണ്ടതില്ല. പക്ഷെ ഇതൊന്നും വിശ്വസിക്കാതെ, കഥയറിയാതെ പലരും നേതാക്കളുടെ വാക്കുകൾ ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഫലമോ തൗഹീദ് മുഖ്യ അജണ്ടയായി സ്വീകരിച്ച ഒരു സമൂഹത്തിൽ ഷിർക്ക് രംഗപ്രവേശം ചെയ്തു. എന്നാൽ പലരും ഇപ്പോഴും ഇത് അറിയുന്നില്ല. ഷിർക്ക് ആരോപണം ഷിർക്കിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന വഴികൾ: 1. അള്ളാഹുവിനു മാത്രം കഴിയുന്ന കാര്യങ്ങൾ അവനല്ലാത്തവർക്ക് വകവച്ചു നൽകി എന്ന് പറയാവുന്ന വിധം ചിലരുടെ വാദങ്ങൾ മാറിമറിഞ്ഞു. അഭൗതിക കഴിവ് അള്ളാഹുവിനു മാത്രമാണെന്നും സൃഷ്ടികൾക്കാർക്കും അഭൗതിക കഴിവുകളില്ലെന്നും നാം ആവർത്തിച്ചു പഠിപ്പിച്ചു. എന്നാൽ ഈ അടിസ്ഥാന ആശയം തിരുത്തപ്പെട്ടു. KM മൗലവി, കുഞ്ഞീദ് മദനി, K ഉമർ മൗലവി, AP അബ്ദുൽ ഖാദർ മൗലവി തുടങ്ങി നമ്മുടെ പഴയകാല നേതാക്കൾ
പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പഠിപ്പിച്ച ആശയധാര ചിലർ കൈയൊഴിഞ്ഞു. 2007 ഫെബ്രുവരി വിചിന്തനം വ്യക്തമായി പറഞ്ഞ ഈ ആശയം പൊടുന്നനെ 2013 ഫെബ്രുവരിയിൽ തിരുത്തപ്പെട്ടു. ജിന്ന് ഭൗതികമല്ല, അഭൗതികം തന്നെ. എന്താണ് ഈ ആശയമാറ്റത്തിന്റെ കാരണം? അബ്ദുൽ ജബ്ബാർ മൗലവിക്കെതിരെ ശിർക്ക് ആരോപണം നടത്തണമെങ്കിൽ ജിന്നും മലക്കും അഭൗതികമായേ പറ്റൂ. ആ ശിർക്ക് ആരോപണം വഴി മാത്രമേ ശാന്തമായ പ്രബോധന രംഗം പ്രശ്നകലുഷിതമാക്കാൻ കഴിയൂ. ചർച്ച ഇത്തരം ചില സങ്കീർണതകളിൽ കുടുക്കിയിട്ട് ശ്രദ്ധ തിരിച്ചാലേ ചിലരുടെ മുഖം രക്ഷിക്കാനും സാധിക്കൂ. അതെ, ചെയ്തു തീർത്ത പാപക്കറ മറച്ചുവെക്കാൻ അട്ടിമറി നടത്തിയത് തൗഹീദിലായിരുന്നു. ഇതുതന്നെയാണ് 2002 സ്വയം രക്ഷയ്ക്കു വേണ്ടി മടവൂർ വിഭാഗവും ചെയ്തത്. 2002 മടവൂർ വിഭാഗം ശിർക്കാരോപണം നടത്താൻ സൗകര്യപ്പെടും വിധം അഭൗതിക കഴിവിനെക്കുറിച്ച ഒരു പുതിയ വാദഗതി അവതരിപ്പിച്ചു. അങ്ങനെ അവർ ചെയ്ത അതേ പ്രവർത്തനം അന്ന് അവരെ എതിർത്ത ചിലർ ഇപ്പോൾ ഏറ്റെടുത്തു. ആ ജിന്നിന്റെ കഴിവ് അദൃശ്യമായ കഴിവാണ്, അഭൗതികമായ കഴിവാണ്. അതുകൊണ്ട് അദൃശ്യമായ ജിന്നിനോട് ആ ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നത് അദൃശ്യമായ രീതിയിലുള്ള ചോദ്യമാണ്, അഭൗതികമായ രീതിയിലുള്ള ചോദ്യമാണ്. അതുകൊണ്ടാണ് ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നതും ശിർക്കാണ് എന്ന് പറയുന്നത്. ഒരിക്കലും അബദ്ധത്തിൽ പറഞ്ഞതല്ല ഈ വരികൾ. മറ്റൊരു വേദിയിൽ നിന്ന് വീണ്ടും ആവർത്തിക്കുന്നു. അദൃശ്യമാണ്, അഭൗതികമാണ്. ആ ജിന്നിന്റെ കഴിവും അദൃശ്യമാണ്, അഭൗതികമാണ്. ആ ജിന്നിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്ന സഹായമോ ഞാൻ ഇവിടെയുള്ള ഒരാളോട് ചോദിക്കുന്ന പോലെ, നിങ്ങൾ എന്നോട് പ്രതീക്ഷിക്കുന്ന പോലെയുള്ള സഹായമാണോ? അല്ല. അദൃശ്യമായ മാർഗത്തിലാണ് പ്രതീക്ഷിക്കുന്നത്, അഭൗതികമായ മാർഗത്തിലാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജിന്നിനോടുള്ള സഹായത്തേട്ടം ഹാജറുണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ അത് ശിർക്കാണെന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ജിന്ന്, മലക്ക് എന്നിവയുടെ കഴിവ് സംബന്ധിച്ച് മടവൂർ വിഭാഗത്തിനും സമസ്തയ്ക്കും അന്ന് നാം നൽകിയ മറുപടി കേൾക്കുക. ഒയ്ബിയായ നിനക്ക് സഹായിക്കാൻ സൃഷ്ടികൾക്കാർക്കും സാധ്യല്ല, അള്ളാഹുവിന് മാത്രമേ കഴിയൂ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. ജിന്ന് ഒയ്ബിയായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. അല്ല, കഴിവില്ല. ജിന്ന് എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികല്ല, ഒയ്ബല്ല. കണ്ണിൽ കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതൊക്കെ ഭൗതികമാണ്, ഭൗതികമായ പ്രവർത്തനങ്ങളാണ്. പഴയകാല പണ്ഡിതരുടെ പുസ്തകങ്ങൾ ഉയർത്തിക്കാട്ടി അന്ന് മടവൂർ വിഭാഗത്തെ ആശയപരമായി നാം നേരിട്ടു. പണ്ടേ ഇവര് ചോദിക്കാൻ ചോദ്യം എന്ത്? യാ ഇബാദല്ലാ എന്നില്ലേ മറിയ ഹാജറ ബീവി. ആ ഹാജറ ബീവി ഇതാ ആ സഭയുടെയും മറുവയിൽ ഇടപെടപ്പെട്ടപ്പോ ജിബ്രീല് അവിടെ വന്ന് നിന്നപ്പോ അറീസ് അറീസ് എന്ന് ചോദിച്ചില്ലേ? അറീസ് അറീസ് എന്ന് ചോദിച്ചില്ലേ? അന്ന് മുതൽ മുജാഹിദിൽ മറുപടി പറയാം. വീണ്ടും ഇവർ ചോദിക്കും, സുലൈമാൻ നബിയുടെ മുന്നിൽ ജിന്നുകൾ ഉണ്ടായിരുന്നില്ലേ? സുലൈമാൻ നബി ചോദിച്ചില്ലേ അവരോട്, അയ്യുക്കും അർഷിഹ, ആരാണ് അർഷിങ് കൊണ്ടുവരിക എന്ന് ചോദിച്ചില്ലേ? ഇവര് പണ്ടേ ചോദിക്കണേ. അന്ന് മുതൽ മുജാഹിദിൽ മറുപടി വരുന്നുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മാത്രല്ല, അന്ന് ശബാബിൽ ഒന്നൊരു ചോദ്യമുണ്ട്, ഇതേ ചോദ്യം തന്നെ. 1983 ആ കാലയളവ് 90 ഇടയിലുള്ള കാലയളവിൽ ശബാബിൽ വന്ന ചോദ്യം. ആ ചോദ്യോത്തരം തൗഹീദ്, പ്രാർത്ഥന, തൗഹീദ്, ചോദ്യങ്ങൾക്ക് മറുപടി എന്ന യുവത പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ഇപ്പോഴും വിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്ന പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കുക, അവിടെയുണ്ട്. ഇത് ഈ വാദ്യം ഉണ്ട്, കേട്ടോളൂ. ജിന്നുകൾ അള്ളാഹുവിന്റെ അടിമകളാണ്. ഖുറാഫിയുടെ ചോദ്യത്തിന് മറുപടി പറയാ. ജിന്നുകൾ അള്ളാഹുവിന്റെ അടിമകളാണ്. അവരുടെ അസ്തിത്വത്തെയോ കഴിവുകളെയോ സംബന്ധിച്ച് വിശദ വിവരങ്ങൾ ഖുർആനിലോ പ്രാമാണികമായ ഹദീസിലോ ഇല്ല. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജിന്നുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിരുന്നു. അവരോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. ഇനി അടുത്ത വാചകം കേട്ടോ. എന്നാൽ അദ്ദേഹം ജിന്നിനോട് പ്രാർത്ഥിച്ചുവെന്ന് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. ഇനി അടുത്ത വാചകം കേട്ടോ. അതുപോലെ വിജന പ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള
ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. ഇത് ശബാബിനും കൃത്യമായി മുമ്പെഴുതിയതാ. ആ ചോദ്യോത്തരം തന്നെ യുവത പ്രസിദ്ധീകരിക്കുന്ന പ്രാർത്ഥന തൗഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി ഇന്നും ബുക്ക് സ്റ്റാളിൽ ചെന്നാൽ കിട്ടും. അതിൽ വരെ മുജാഹിദുകൾ കൃത്യമായി പറഞ്ഞു പഠിപ്പിച്ച ആശയം ഇത്. പണ്ടേക്ക് പണ്ട് മുജാഹിദുകൾ പറഞ്ഞു വിശദീകരിച്ചു കൊടുത്ത ഇവരുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ ആശയ. എന്നാൽ ചില ആളുകള് ഇപ്പൊ തെറ്റിദ്ധരിപ്പിക്കാതെ വിചാരിച്ച് കൊണ്ടുവന്നതാ. ആ ബോധി വേണ്ട മക്കളെ എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇത് നാം പണ്ടേ പറഞ്ഞതാണത്രേ. അപ്പോൾ ആശയമാറ്റം വന്നതാർക്കാണ്? താങ്കൾ വിലയിരുത്തുക. മാത്രവുമല്ല, ജിന്നിന് അഭൗതിക മാർഗത്തിൽ സഹായിക്കാൻ കഴിയുമെന്ന് മുജാഹിദുകൾ പറയുന്നു എന്ന പ്രചാരണം വ്യാജ ആരോപണമാണ് എന്നാണ് വർഷങ്ങൾക്ക് മുമ്പ് മടവൂർ വിഭാഗത്തിന് മറുപടി പറയവേ KNM തന്നെ വ്യക്തമാക്കിയത്. അമാനി മൗലവിയുടെ ജിന്ന് ഷെയ്ത്വാൻ എന്ന പുസ്തകത്തിന്റെ ആമുഖത്തിലെ ചില വരികൾ കാണുക. ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ നിന്ന് ഇടക്കാലത്ത് ആദർശ വ്യതിയാനം കാരണത്താൽ പുറത്തു പോയവർ പല തരത്തിലുള്ള കുപ്രചരണങ്ങൾ പ്രസ്ഥാനത്തിനെതിരിൽ ഉന്നയിച്ചു നോക്കിയെങ്കിലും അതൊന്നും ഫലിക്കാതെ അവർ നിരാശരാവുകയായിരുന്നു. ജിന്ന് പിശാച് വിഷയങ്ങളുടെ പേരിൽ ദുഷ്പ്രചരണം നടത്താനുള്ള ശ്രമം ഒന്നിലധികം തവണ നടത്തിയെങ്കിലും അതിലും നിരാശരാകേണ്ടി വന്ന വിഘടിതർ പെരിന്തൽമണ്ണയിലെ ഒരു CD പ്രസാധകരുടെ അവർ പിൻവലിച്ച ഒരു CDയിലെ ചില പരാമർശങ്ങളും ഒരു ഡോക്ടറുടെ പ്രഭാഷണത്തിലെ ചില ഭാഗങ്ങളും അടർത്തിയെടുത്തുകൊണ്ട് അതാണ് KNMന്റെ വാദം എന്ന് വരുത്തി തീർക്കാനുള്ള ഹീനമായ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തന്നെയുമല്ല, ജിന്ന് പിശാചുകൾക്ക് അദൃശ്യജ്ഞാനമുണ്ടെന്നും അഭൗതിക മാർഗത്തിലൂടെ നമ്മെ സഹായിക്കാൻ കഴിയുമെന്നും അതിനാൽ അവരോട് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്നുമാണ് KNMകാരുടെ വാദമെന്നും കേരളക്കരയിൽ നിന്ന് ഇസ്ലാഹി പ്രസ്ഥാനം തുടച്ചുമാറ്റിയ ഈ അന്ധവിശ്വാസങ്ങൾ വീണ്ടും ഇറക്കുമതി ചെയ്തുകൊണ്ട് ശിർക്ക് പ്രചരിപ്പിക്കുകയാണ് KNM ചെയ്യുന്നത് എന്നുമുള്ള അടിസ്ഥാനരഹിതമായ ദുരാരോപണമാണ് ഇവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അലീം. അതെ, ജിന്നിന് അഭൗതിക മാർഗത്തിലൂടെ നമ്മെ സഹായിക്കാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്നത് ദുരാരോപണമാണ് എന്ന് അന്ന് വ്യക്തമാക്കിയ അതേ നേതാക്കളിൽ ചിലർ ഇന്ന് ജിന്ന് അഭൗതിക മാർഗത്തിലൂടെ സഹായിക്കും എന്ന് പഠിപ്പിക്കുന്നു. ആർക്കാണ് പിഴച്ചത്? ചിന്തിക്കുക. ശിർക്കാരോപണം ശിർക്കിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന വഴികൾ. 2. അല്ലാഹു അല്ലാത്തവർ അഭൗതിക മാർഗത്തിൽ സഹായിക്കും അല്ലെങ്കിൽ ഉപദ്രവിക്കും എന്ന് വിശ്വസിച്ചാൽ ശിർക്കല്ല. പ്രാർത്ഥന നടത്തിയാൽ മാത്രമേ ശിർക്കാകൂ എന്ന നൂതനവാദവും ഇപ്പോൾ ഇവർ പ്രചരിപ്പിക്കുന്നു. ഈ വാദം വഴി മൂവാറ്റുപുഴ സംവാദത്തിൽ മുജാഹിദുകൾക്കെതിരിൽ ശിർക്ക് ആരോപിച്ചവർ സ്വയം ശിർക്കിൽ വീഴുന്നതാണ് നാം കണ്ടത്. അഹ്സനി തന്നെ വിശദീകരിക്കുന്നു. അപ്പൊ നമ്മൾ കായക്കൊടിയോട് ചോദിച്ചു, അല്ല കായക്കൊടി, ജിന്നിന്റെ സഹായം തേടിയാ കാഫിറാവുന്നല്ലേ നിന്റെ വാദം? അങ്ങനെയാണെങ്കിൽ സിഹ്ർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ നീ മുശ്രിക്കാവൂലേ? സിഹ്ർ ഫലിക്കുന്ന ആളും പറയുന്നുണ്ട്. ആ ചോദ്യം ഒന്ന് കേട്ടോ, ആകെ മുശ്രിക്ക, ശിർക്ക് തൊഴിലാളി. വാറ്റുപോയി ചോദ്യം നിൽക്ക്, വല്ലാത്തൊരു ശിർക്കന്നെ വരെ ശിർക്കിട്ടും. ചോദ്യത്തിലേക്ക് വരുന്ന ഉപ്പെന്തായിന്നറിയോ? ജബ്ബാർ മൗലവി ഔട്ട്, പിന്നെ ആരാ ഔട്ടായത്? സക്കരിയ സലാഹി ഔട്ട്, പിന്നെ ആരാ ഔട്ടായത്? മിസ്റ്റർ ബാലുശ്ശേരി. ഇവരൊക്കെ ഔട്ടായി. പോരാത്തതിന് ആരും ഔട്ടായി? നമ്മുടെ ഷൗക്കാൻ, പിന്നെ ഞങ്ങളുടെ നേതാവായ നബവി ഇമാം. ഇതൊക്കെ മുശ്രിക്കാക്കി നിങ്ങൾ തള്ളിക്കളഞ്ഞ അവസാനം അല്ലാഹു അല്ലാത്തവർക്ക് അഭൗതികമായ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണല്ലോ ശിർക്ക് ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നത്. അതോടെ നിങ്ങൾ മുശ്രിക്കായി. നിങ്ങളെ വാദം അനുസരിച്ച് ഞങ്ങൾ പറഞ്ഞതല്ല, നിങ്ങളെ വാദം അനുസരിച്ച്. അപ്പൊ അതുകൊണ്ട് ചോദ്യം, അവസാനത്തെ ചോദ്യമാണ്, ഒരു അല്ലാഹു അല്ലാത്ത വേറൊരാൾക്ക് അഭൗതിക കഴിവുണ്ട് നമ്മൾ വിശ്വസിച്ചു, തേടിയിട്ടില്ല, എന്നാൽ അത് ശിർക്കാണോ? അല്ലേ? ശിർക്കാണെങ്കിൽ സിഹ്ർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാവും. സിഹ്ർ ചെയ്താൽ ശിർക്കാണെന്നുള്ള ചർച്ച വേറെ, അത് വേറെ. സിഹ്ർ ഫലിക്കുമെന്ന് വിശ്വസിക്കുമ്പോ അയാൾക്കൊരു അഭൗതിക കഴിവുണ്ട് എന്ന് വരുന്നു. കാരണം അയാൾ മറിഞ്ഞ വഴിക്ക് സഹായം തരാനും ഉപദ്രവിക്കാനും കഴിവുള്ള ആളാണ് നമ്മൾ വിശ്വസിക്കൽ വരുന്നു. ഇത് പിന്നെ ഞങ്ങളെ തെളിവ് പറഞ്ഞിരാൻ എനിക്ക് ഇയാൾക്ക് ഏതാ അവസരം തന്നെ. വിഷയം മനസ്സിലായോ? നമ്മൾ വിശ്വസിക്കാണെന്ന് ഒരു സാഹിർ സീർ ചെയ്യുന്നതാണ്. അയാൾ സീർ ചെയ്താൽ ഫലിക്കും.
എന്ന് നമ്മൾ വിശ്വസിച്ചു. സിറിയാനൊന്നും പോയിട്ടില്ല, എന്നാ തന്നെ കാഫിറാവുന്ന. കാരണം എന്താ? സിഹിർ എന്ന് പറഞ്ഞ ശൈത്താനി ജിന്നിനെ ഉപയോഗിച്ച് ചെയ്യുന്ന പണിയാണ്. അത് ഫലിക്കുന്ന് വിശ്വസിക്കുമ്പോ അഭൗതിക മാർഗത്തിൽ വിശ്വാസം വന്നു. അപ്പൊ കായക്കൂടെ എന്താ പറഞ്ഞു കേട്ടോ മറുപടി? വിശ്വസിച്ചാ ശിർക്കാവൂല, തേടിയാലേ ശിർക്കാവൂ. എന്താ ഞങ്ങൾ പറഞ്ഞത്? സിഹിർ ചെയ്യുന്ന ആൾ അയാൾ ജിന്നിനോട് സഹായം തേടുന്നു, അത് ശിർക്കാണ്, അത് ശിർക്കാണ്. ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നു. അത് ഉപയോഗപ്പെടുത്തി ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ശിർക്കല്ല. അതാ ഞങ്ങളോട് നേരത്തെ മലക്കൾ ഉദാഹരണം പറഞ്ഞത്. ഖുർആൻ പറഞ്ഞു, ഖുർആൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോഴാ തക്ബീർ ഓർമ്മയത്. ഖുർആൻ പറഞ്ഞു മലക്കുകൾ ഇസ്തിഗ്ഫാർ നടത്തും. അഭൗതിക മാർഗത്തിൽ അല്ലാഹുവല്ലാത്തവർ സഹായിക്കും, ഉപദ്രവിക്കും എന്ന് വിശ്വസിച്ചാൽ ഷിർക്കല്ല. പ്രാർത്ഥിച്ചാലേ ഷിർക്കാകൂ എന്ന വാദം എന്തുമാത്രം അപകടകരമാണ്. ജിന്ന് എന്ന വാക്കിന് പകരം മമ്പുറം തങ്ങൾ എന്ന് മാറ്റി വായിക്കുമ്പോഴാണ് ഇവിടെ സംഭവിച്ച വമ്പിച്ച അബദ്ധത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാവുക. ഹനീഫ് കായക്കൊടിയുടെ വിശദീകരണം അനുസരിച്ച് ഇപ്പോൾ ഇവർക്ക് ഷിർക്കാവുന്നത് മമ്പുറം തങ്ങളെ രക്ഷിക്കണേ എന്ന പ്രാർത്ഥന മാത്രമാണ്. മമ്പുറം തങ്ങൾ എന്നെ രക്ഷിക്കും, ഉപദ്രവിക്കും എന്ന് വിശ്വസിച്ചാൽ അത് ഷിർക്കാവില്ലത്രേ. അപ്പോൾ ഒരു വാഹനം അപകടത്തിൽപ്പെട്ടു. ഒരാൾ മമ്പുറം തങ്ങളെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. മറ്റൊരാൾ പ്രാർത്ഥനാവാചകം ഉച്ചരിച്ചില്ല. എന്നാൽ എന്നെ അദ്ദേഹം രക്ഷിക്കുമെന്ന് വിശ്വസിച്ചു. ഹനീഫ് കായക്കൊടിയുടെ വാദപ്രകാരം ഷിർക്കാവുന്നത് പ്രാർത്ഥന മാത്രമാണ്. എങ്കിൽ ഇവിടെ തകർന്നു വീഴുന്നത് തൗഹീദാണ്. കാലഘട്ടങ്ങളായി പഠിപ്പിക്കപ്പെട്ട തൗഹീദ്. സുഹൃത്തെ, അതുതന്നെയാണ് രണ്ടു വിഭാഗവും തമ്മിലുള്ള വ്യത്യാസവും. ഷിർക്കാരോപണം വിതച്ചവർ കൊയ്യുന്നത് ഷിർക്ക് തന്നെ. നാഥൻ നേർവഴി കാണിക്കട്ടെ. ഷിർക്കാരോപണം ഷിർക്കിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന വഴികൾ 3. അഭൗതിക മാർഗത്തിലൂടെ അല്ലാഹുവല്ലാത്തവർ സഹായിക്കുകയോ ഉപദ്രവിക്കുകയോ ഇല്ല എന്ന വിശ്വാസം ഇപ്പോൾ തിരുത്തപ്പെട്ടു. ജിന്നിന്റെ കഴിവ് അഭൗതികമാക്കി അവതരിപ്പിച്ച ഇവർ അതേസമയം ജിന്ന് ഉപദ്രവിക്കുമെന്ന് കൂടി പറയുന്നു. പച്ചക്കള്ളം പറഞ്ഞു നടക്കുന്നതിനെന്തർത്ഥം? ഉണ്ടെങ്കിൽ കൊണ്ടുവാ, ഈ പണി നിർത്തിയിട്ട് ഞാൻ എന്റെ പൊരി പോയിരിക്കാം. പൊതുരംഗത്ത് നിങ്ങൾ എന്നെ കാണില്ല. കളവാണ് നിങ്ങൾ എഴുതുന്നത്, കളവാണ് നിങ്ങൾ പറയുന്നത്, കളവാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ആ കളവാണ് നിങ്ങളുടെ കൂട്ടാളി. കാരണം തനസ്സലു അലാ കുല്ലി അഫാകിൻ അസീം. ആ കള്ളത്തരം നിർത്തൂ. ആ ചെകുത്താൻ, ജിന്ന്, പിശാച് എന്ന ബാധ നിങ്ങളെ വിട്ടൊഴിഞ്ഞേക്കും, നിങ്ങൾക്ക് രക്ഷപ്പെടാം. ആ ചെകുത്താൻ, ജിന്ന്, പിശാച് എന്ന ബാധ നിങ്ങളെ വിട്ടൊഴിഞ്ഞേക്കും, നിങ്ങൾക്ക് രക്ഷപ്പെടാം. KJUവിന്റെ പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകത്തിൽ ഈ ആശയം കാണാം. പിശാചിന്റെ ഉപദ്രവങ്ങൾ കേവലം തോന്നലുകൾ മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ചവരോ അപ്രകാരം തെറ്റിദ്ധരിപ്പിക്കുന്നവരോ ഇന്ന് സമൂഹത്തിലുണ്ട്. എന്നാൽ ഭൗതികമായി തന്നെ പൈശാചിക ഉപദ്രവങ്ങളുടെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുമെന്നാണ് ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. വസ്വാസ് എന്നാൽ കേവലം ചില തോന്നലുകളാണെന്ന വാദം ശരിയല്ല. വീണ്ടും കാണാം, പിശാച് മനുഷ്യനിലുണ്ടാക്കുന്ന ഭൗതികമായ പ്രതിഫലനങ്ങളെക്കുറിച്ച് ഖുർആനും സുന്നത്തും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ സമൂഹത്തിലെ ഒരു വിഭാഗം ഇതിനെ നിഷേധിക്കുമ്പോൾ മറുവിഭാഗം എല്ലാ രോഗങ്ങളുടെയും മാനസിക പ്രശ്നങ്ങളുടെയും പിന്നിൽ ജിന്നിനെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ രണ്ടു നിലപാടുകൾക്കും മധ്യേയാണ് നാം അംഗീകരിക്കുന്ന പ്രമാണങ്ങൾ നിലകൊള്ളുന്നത്. വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അധ്യാപനങ്ങളും അവയുടെ അടിസ്ഥാനത്തിലുള്ള അഹ്ലുസുന്നയുടെ വീക്ഷണങ്ങളും ജിന്ന് മനുഷ്യ ശരീരത്തിൽ ഭൗതികമായ സ്വാധീനങ്ങൾ ചെലുത്തുമെന്ന് പഠിപ്പിക്കുന്നു. കേവല ബുദ്ധിയുടെ പേരിൽ ഈ വസ്തുതകളെ നിഷേധിക്കുന്ന പ്രവണത അംഗീകരിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ അഭൗതിക ഉപദ്രവം അല്ലാഹുവല്ലാത്തവർ ചെയ്യുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ഷിർക്കാണ് എന്നാണ് നാം പഠിപ്പിക്കപ്പെട്ടത്. PK മൂസ മൗലവിയുടെ ഈ വരികൾ നോക്കുക. അപ്പോൾ അഭൗതികമായ മാർഗത്തിലൂടെ സൃഷ്ടികൾക്ക് ഗുണമോ ദോഷമോ വരുത്തി തീർക്കുവാൻ ആർക്കെങ്കിലും ഏതെങ്കിലും വിധേന സാധിക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ വിചാരവും ആ വിശ്വാസവും പ്രവൃത്തികളും തൗഹീദിനെതിരായി ഭവിക്കുന്നു, അല്ലെങ്കിൽ ഷിർക്കായിത്തീരുന്നു. ഷിർക്കാണെങ്കിൽ മഹാപാപവും.
എങ്കിൽ അഭൗതിക കഴിവുള്ള ജിന്ന് നടത്തുന്ന ഉപദ്രവവും അഭൗതിക ഉപദ്രവമാവില്ലേ? അപ്പോൾ അഭൗതിക മാർഗത്തിൽ അല്ലാഹു അല്ലാത്തവർ ഉപദ്രവിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ഷിർക്കാണ് എന്ന് വ്യക്തമായല്ലോ. എങ്കിൽ ആ വഴിക്കും ഷിർക്ക് അരിച്ചെത്തുന്നുണ്ട്. ഇത് പറയുന്നത് നമ്മുടെ സഹോദരങ്ങൾ ഷിർക്കിലെത്തി എന്ന് തെളിയിച്ച് അവരെ പുറത്താക്കാൻ വേണ്ടിയല്ല, മറിച്ച് ചില കുതന്ത്രപ്പണികൾ വരുത്തിയ ദുരന്തത്തെക്കുറിച്ച തിരിച്ചറിവ് പകരാൻ മാത്രമാണ്. ഷിർക്കാരോപണം ഷിർക്കിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന വഴികൾ. 4. ജിന്നും മലക്കും പ്രാർത്ഥന കേൾക്കും എന്ന വികലവാദം ഇപ്പോൾ ഇവരിൽ ചിലർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് ഉയർന്ന ചോദ്യം ഇപ്രകാരമായിരുന്നു. എന്റെ പേര് ഫൈസൽ, സ്ഥലം ചേലാമ്പ്രാണ്. എനിക്ക് ചോദിക്കാനുള്ളത് 2-3 ചോദ്യം ചോദിക്കാനുണ്ട്. ഒരു അവസരം തരികയാണെങ്കിൽ ചോദിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒന്നാമതായി ചോദിക്കാനുള്ളത് നാസർ സുലൈമിയോടാണ്. ഇപ്പൊ ഇവിടെ കുറച്ച് മുമ്പ് പറഞ്ഞു റക്കീബ് അത്തീദിന്റെ വിഷയം. റക്കീബ് അത്തീദിന്റെ വിഷയം നാസർ സുലൈമി പറഞ്ഞു, കായക്കൊടിയും പറഞ്ഞു. അതില് റക്കീബ് അത്തീദ് വിശേഷമുള്ള മലക്കിനോട് ഞാൻ ഇവിടുന്ന് വിളിച്ച് ദുആ ചെയ്താല് ആ ദുആ റക്കീബ് അത്തീദ് വിശേഷമുള്ള മലക്ക് കേൾക്കോ കേൾക്കൂലേ? ആ ചോദ്യത്തിന് ഉത്തരം പറയാം. കേൾക്കുമെങ്കിൽ കേൾക്കുന്നു നാസർ സുലൈമി ഉത്തരം പറയാം, കേൾക്കൂലെങ്കിൽ കേൾക്കൂല എന്ന് നാസർ സുലൈമി ഉത്തരം പറയാം. അപ്പോ അതിനുള്ള ഉപചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. ഉത്തരം ശ്രദ്ധിക്കുക. നേരത്തെ തന്നെ പറഞ്ഞതാണല്ലോ കേൾക്കും. പിന്നെ ആ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല. കേൾക്കുന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചാൽ മതി. റഖീബ് അതീദിനെ വിളിച്ചാൽ കേൾക്കും, റഖീബ് ദുആ കേൾക്കും, മലക്കുകൾ ദുആ കേൾക്കും, അതേപോലെ തന്നെ ജിന്നുകൾ ദുആ കേൾക്കും. അതുകൊണ്ടാണ് നാസർ സുലൈമി ഖുർആനിലെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത്, നാഥ നിന്നിൽ ശരണം, ഞങ്ങളുടെ ഹൃദയങ്ങൾ നിന്റെ മാർഗത്തിൽ തന്നെ നിലനിർത്തേണമേ. മുകളിൽ നൽകിയ ഉത്തരം ആ വിഭാഗത്തിലെ മുഴുവൻ ആളുകളും അംഗീകരിക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്നില്ല. ഈ പുത്തൻവാദം അവതരിപ്പിച്ചവർക്ക് തന്നെ ഈ വിശ്വാസം ഉണ്ടോ എന്നറിയില്ല. എന്നാൽ കാലഘട്ടങ്ങളായി നാം പുലർത്തിപ്പോന്ന ചില ധാരണകൾ പൊളിച്ചുമാറ്റി പകരം ചില സ്വയംകൃത നിലപാടുകൾ ഉണ്ടാക്കിയപ്പോൾ ഇവർക്ക് ഇതൊക്കെ പറയേണ്ടി വന്നു. പരസ്യവേദികളിൽ നിന്നുയർന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ പതറിയപ്പോൾ ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ചില സഹോദരങ്ങൾ. ഇന്ന് ജിന്നും മലക്കും പ്രാർത്ഥന കേൾക്കുമെന്ന് പറഞ്ഞവർ തന്നെ ഈ വിവാദങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചത് എന്തായിരുന്നു? എങ്കിൽ സഹോദരങ്ങളെ, അവർക്ക് ഖുർആൻ മറുപടി പറയുന്നു. നിങ്ങൾ എന്തിനാണ് അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ അവരെ വിളിക്കുന്നത്? നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാനല്ലേ? നിങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാനല്ലേ അല്ലാഹുവിന് പുറമെയുള്ളവരെ നിങ്ങൾ വിളിച്ചു ദുആ ചെയ്യുന്നത്? എങ്കിൽ ഖുർആൻ സന്നിഗ്ധമായി പറഞ്ഞു, ഇൻ തദ്ഉഹും, നിങ്ങൾ അവരെ വിളിച്ചാൽ ലാ യസ്മഉ ദുആഅകും, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കില്ല. കറാമത്തിന്റെ കഴിവില്ലേ? മുഅ്ജിസത്തിന്റെ കഴിവില്ലേ? പടച്ച തമ്പുരാൻ അത് കൊടുത്തുകൂടെ? കൊടുക്കുകയില്ല എന്ന് ഖുർആൻ പറയുന്നു. നിങ്ങൾ അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയാണോ? ആ പ്രാർത്ഥന കേൾക്കാനുള്ള കഴിവ് ലോകത്തൊരു ശക്തിക്കും അല്ലാഹു കൊടുക്കില്ല. കഴിവ് കൊടുക്കുന്നവൻ തന്നെ പറയുന്നു, ഇൻ തദ്ഉഹും, നിങ്ങൾ അവരെ വിളിച്ചാൽ, ആരെ വിളിച്ചാൽ ബിംബം മാത്രമാണോ? ഒരിക്കലുമല്ല. കൽ അംബിയാ, പ്രവാചകന്മാരെ നിങ്ങൾ വിളിച്ചാൽ, വൽ മലായിക, മലായികത്തുകളെ നിങ്ങൾ വിളിച്ചാൽ, ഈസാ നബി നിങ്ങൾ വിളിച്ച് ദുആ ചെയ്താൽ, ഉസൈർ പ്രവാചകനെ നിങ്ങൾ വിളിച്ച് ദുആ ചെയ്താൽ, വശയാസീൻ, പിശാചുകളെ വിളിച്ചുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്താൽ, വൽ ജിന്ന്, ജിന്നുകളെ വിളിച്ചുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്താൽ, ലാ യസ്മഉ ദുആഅകും, നിങ്ങളുടെ ദുആ അവർ കേൾക്കില്ല. അത് പറയുമ്പോൾ വീണ്ടും നിങ്ങളുടെ മനസ്സിൽ സംശയമുണ്ടാകും. ചെരിപ്പടി ശബ്ദം കേൾക്കില്ലേ എന്നായിരിക്കും നിങ്ങളുടെ മനസ്സിലെ സംശയം. മരിച്ചവർ ചെരിപ്പടി ശബ്ദം കേൾക്കില്ലേ, മുങ്കർ നക്കീറിന്റെ ശബ്ദം കേൾക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ടൊരു പക്ഷേ നിങ്ങൾ വാദപ്രതിവാദത്തിന് തയ്യാറായേക്കും, ഖണ്ഡനമണ്ഡലത്തിന് തയ്യാറായേക്കും. എന്നാൽ നിങ്ങൾ ഖണ്ഡനമണ്ഡന വാദപ്രതിവാദം നടത്തി മരിച്ചവർ കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെയും, വലൗ സമിഉ, അവർ കേൾക്കുമെന്ന് നിങ്ങൾ ജൽപ്പിച്ചാൽ തന്നെയും, മസ്തജാബൂലക്കും, കേൾക്കാനല്ലല്ലോ വിളിച്ചത്, എന്റെ വിളിയൊന്ന് കേട്ടോട്ടെ എന്ന് വിചാരിച്ചല്ലോ വിളിച്ചത്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനല്ലേ, നിങ്ങളുടെ ആവശ്യം നിറവേറാനല്ലേ അവരെ നിങ്ങൾ വിളിച്ചത്. എന്നാൽ മസ്തജാബൂലക്കും, നിങ്ങളുടെ ആവശ്യം നിറവേറ്റിത്തരാൻ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ അവർക്ക് സാധിക്കുകയില്ല, അവർക്ക് കഴിയുകയില്ല. അതെ, പ്രാർത്ഥന അല്ലാഹു അല്ലാതെ മറ്റാരും കേൾക്കുകയില്ലെന്ന ആശയം തന്നെയാണ് എല്ലാവരും പഠിപ്പിച്ചത്. എന്നാൽ ഇപ്പോൾ ആകെ മാറി മറിഞ്ഞിരിക്കുന്നു.
മനുഷ്യന്റെ പ്രാർത്ഥനാവാചകങ്ങളുടെ ശബ്ദം മലക്കുകൾ ഉൾപ്പെടെ അവിടെ സന്നിഹിതരായ പലർക്കും കേൾക്കാൻ കഴിയുമെന്നതിൽ തർക്കമില്ലല്ലോ. എന്നാൽ പ്രാർത്ഥന എന്നത് ഹൃദയത്തിൽ സംഭവിക്കുന്ന അതിസൂക്ഷ്മമായ ഒരു സ്വകാര്യ സംഭാഷണമാണ്. അത് ഒരാൾക്കും കേൾക്കാൻ കഴിയില്ലെന്ന് ഖുർആൻ പ്രഖ്യാപിക്കുന്നു. إن تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بشرككم ولا ينبئك مثل خبير. നിങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്ന പക്ഷം അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. അവർ കേട്ടാലും നിങ്ങൾക്കവർ ഉത്തരം നൽകുന്നതല്ല. ഉയിർത്തെഴുന്നേൽപ്പിന്റെ നാളിലാകട്ടെ നിങ്ങൾ അവരെ പങ്കാളികളാക്കിയതിനെ അവർ നിഷേധിക്കുന്നതുമാണ്. സൂക്ഷ്മജ്ഞാനമുള്ളവനെപ്പോലെ നിനക്ക് വിവരം തരാൻ ആരുമില്ല. മനുഷ്യരെ, നിങ്ങൾ അല്ലാഹുവിന്റെ ആശ്രിതന്മാരാകുന്നു. അല്ലാഹുവാകട്ടെ സ്വയം പര്യാപ്തനും സ്തുത്യർഹനുമാകുന്നു. മുജാഹിദുകളുടെ യഥാർത്ഥ നിലപാട് മറന്നുപോയവർ ബഹുമാന്യനായ AP അബ്ദുൽ ഖാദർ മൗലവിയുമായുള്ള ഈ ഫോൺ സംഭാഷണം കേൾക്കുക. അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്താൽ അവർ ദുആ കേൾക്കുമോ? ഖുർആൻ പറഞ്ഞാലല്ലേ എന്തേ? അപ്പൊ അവർ ദുആ കേൾക്കൂലെന്ന് കേൾക്കൂല, ഉത്തരം ചെയ്യില്ല. പിന്നെയല്ല, നിങ്ങളെ ഈ പ്രവർത്തനത്തെ സംബന്ധിച്ച് മനുഷ്യരേല് അവർ നിഷേധിക്കുകയും ചെയ്യും. അപ്പൊ മലക്കാളും ചിന്നാളും ഒന്നും നമ്മളെ ദുആ കേൾക്കൂല. കേൾക്കൂല ഇല്ല എന്നാണ് ഇപ്പൊ. ഈ മലക്കാളും ജിന്നാളും ദുആ കേൾക്കുന്ന തന്നെ ഒരിപ്പോ ഗാന്ധപുരം വിഭാഗത്തോടൊപ്പം ആയല്ലേ? മോശല്ലേ? അതിനേക്കായി മോശമായി. അദ്ദേഹം തുടരുന്നു. പ്രാർത്ഥന അല്ലാഹു അല്ലാത്തൊരു കേൾക്കും എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ വരെ നമ്മൾ എത്തിയ പോലെ ഉള്ളത് തന്നെയാണോ? ഇപ്പൊ നമ്മൾ അംഗീകരിക്കട്ടോ ഇല്ലല്ലോ. അത് നമ്മൾ അംഗീകരിക്കട്ടോ ഇല്ല. എന്നാലും നമ്മളെ നേതൃത്വത്തിലുള്ള ആൾക്കാരെന്നെ അങ്ങനെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. എന്താണ് ആ നേതൃത്വത്തിന്റെ ആ വാദം ഒഴിവായി കഴിയുന്ന ആരെയും നമ്മൾ ഇങ്ങനെ തകരീതിയുണ്ടല്ലോ. അതാ വിഷമാതാ. കാരണം നമ്മള് സാധാരണക്കാരായ ആൾക്കാർ പണ്ഡിതന്മാര് പറയുന്നല്ലേ. നിങ്ങൾ അവരെ വിളിച്ച് തേടുകയാണെങ്കിൽ നിങ്ങളുടെ തേട്ടം അവർ കേൾക്കുകയില്ല. അതെ അതെ. ഓരോ സമീഴു കേട്ടാൽ തന്നെ, കേട്ടിരുന്നുവെങ്കിൽ തന്നെ, കേട്ടാൽ തന്നെയല്ല, കേട്ടിരുന്നുവെങ്കിൽ തന്നെ പിന്നെ മക്തജാബൂലക്കും അവർക്ക് നിങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയുമായിരുന്നില്ല. അതെ അതെ. ഇനി അവിടെ സന്നിഹിതരാവുന്നവർ പ്രാർത്ഥന നടത്തുന്നവന്റെ കേവലം ശബ്ദമല്ല, പ്രാർത്ഥന തന്നെ കേൾക്കുമെന്നാണ് ഇവരുടെ വാദമെങ്കിൽ ഈ ചോദ്യത്തിന്റെ മറുപടി കൂടെ പറയുക. ചോദ്യമിതാണ്: ഒരു ഊമ മാതാ അമൃതാനന്ദമയിയുടെ മുന്നിൽ പോയി താണു വണങ്ങി നിൽക്കുന്നു. സംസാരശേഷിയില്ലാത്തതിനാൽ അയാൾ ഹൃദയം കൊണ്ട് പലതും അമ്മയുടെ മുന്നിൽ സമർപ്പിച്ചു. ശേഷം ഈ വ്യക്തി അവിടെ നിന്ന് പിൻവാങ്ങി. ഇവിടെ പ്രാർത്ഥനയും ആരാധനയും അതുവഴി ശിർക്കും സംഭവിച്ചു. അല്ലാഹുവല്ലാത്തവർ പ്രാർത്ഥന കേൾക്കുമെങ്കിൽ ഇവിടെ നടന്ന ഈ പ്രാർത്ഥന അമ്മ കേൾക്കുമോ? മാത്രമല്ല, ഒരു ഭക്തൻ അമ്മേ എന്റെ ദാരിദ്ര്യം നീക്കണേ എന്ന് അമ്മയോട് പറഞ്ഞു. അങ്ങനെ അമ്മ അയാൾക്ക് ഒരു വലിയ സംഖ്യ നൽകിയെന്ന് കരുതുക. അപ്പോൾ അയാൾ നടത്തിയ പ്രാർത്ഥന കേൾക്കുകയും അങ്ങനെ അമ്മ ഉത്തരം ചെയ്യുകയും ചെയ്തു എന്നാണ്. സ്വയംകൃതമായി സൃഷ്ടിച്ച ഈ വാദം തെളിയിക്കാൻ ആദരണീയനായ ഫൈസൽ മൗലവിയെ പ്രതി ചേർക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. പറഞ്ഞു കുടുങ്ങിയ വാദത്തിന് തെളിവ് ചോദിച്ചപ്പോൾ ഉത്തരം മുട്ടിയ ഈ നൂതന വാദക്കാർ ഇവിടെ സമർത്ഥമായ ഒരു സൂത്രം പ്രയോഗിച്ചു. മലക്കിനെ വിളിച്ചാൽ ഷെയ്ത്വാൻ പ്രത്യക്ഷപ്പെടുമെന്ന് ഫൈസൽ മൗലവി പറഞ്ഞത് ഷെയ്ത്വാൻ പ്രാർത്ഥന കേൾക്കും എന്നാക്കി മാറ്റി. ഫൈസൽ മൗലവിയുടെ വാക്കുകൾ കേൾക്കുക.
മലക്കിനെ വിളിച്ചവർക്ക് ശൈത്താനാ പ്രത്യക്ഷപ്പെടുക, വിളിച്ചവർക്ക് ശൈത്താനാ പ്രത്യക്ഷപ്പെടുക, മലക്കിനെ വിളിച്ചവർക്ക് ശൈത്താനാ പ്രത്യക്ഷപ്പെടുക. അതുകൊണ്ടാണ് നാളെ പരലോകത്ത് മലക്കുകളെയും അവർ ആരാധിച്ചവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് നിങ്ങൾ ഇവർ ആരാധിച്ചിരുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ മലക്കിന്റെ മറുപടി എന്താ? അവർ ജിന്നുകളെയാണ് ആരാധിച്ചിരുന്നത്. ഇനി ഇയാൾ കൃത്രിമം നടത്തുന്നത് കാണുക. അത് ദുആ ആണോ അല്ലേ എന്നതിന് ഫൈസൽ മുസ്ലിയായ തോതി മലക്കേ എന്ന് വിളിച്ചപ്പോ ശൈത്താൻ വിളി കേട്ട് അവിടെ എത്തുകയും ഉത്തരം ചെയ്യുകയും ചെയ്തു. ശൈത്താൻ വിളി കേട്ട് അവിടെ എത്തുകയും ഉത്തരം ചെയ്യുകയും ചെയ്തു. അതിനെന്താ തെളിവ്? ബൽ കാനൂ യഅ്ബുദൂനൽ ജിന്ന. ഞാൻ ഓതിയതല്ല, ഫൈസൽ മുസ്ലിയാർ ഓതി. അതെ, പ്രത്യക്ഷപ്പെടും എന്നത് ഉത്തരം ചെയ്യും എന്നാക്കി മാറ്റി. തൗഹീദിൽ നിന്ന് മനുഷ്യനെ വഴിതെറ്റിക്കാൻ ഇറങ്ങിത്തിരിച്ച പിശാച് മനുഷ്യനെ പിഴപ്പിക്കാൻ പല വഴിയും സ്വീകരിക്കും. മലക്കുകളെ വിളിക്കുന്നവരുടെ സാന്നിധ്യത്തിലെത്തി മലക്കുകൾ ഉത്തരം നൽകിയ പോലെ തോന്നിപ്പിച്ച് അവരെ ശിർക്കിൽ തന്നെ ഉറപ്പിച്ചു നിർത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ആശയം. ഇവിടെ മലക്ക് പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നും എന്നാൽ അവന്റെ അരികിലുള്ള അവന്റെ പ്രാർത്ഥനാവാചകങ്ങളുടെ ശബ്ദം കേൾക്കുന്ന പിശാച് അവനിൽ ഉത്തരം ചെയ്ത പ്രതീതി തീർക്കുന്നു എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. വിളക്കുകൾ അണച്ച് ഇരുട്ടിലിരുന്ന് ഷെയ്ഖിനെ വിളിച്ച് നിലവിളിക്കുന്നവർക്ക് ഷെയ്ഖ് വന്നു എന്ന തോന്നലുണ്ടായി എന്ന് അവർ പറഞ്ഞാൽ അതിന്റെ മറുപടി വളരെ വ്യക്തമാണ്. ഒന്നുകിൽ അവിടെയുള്ള മുസ്ലിയാർ എന്തോ തന്ത്രമൊപ്പിച്ചു, അല്ലെങ്കിൽ പിശാച് ഇവരെ ഷിർക്കിൽ തന്നെ നിലനിർത്താൻ ചില കുതന്ത്രങ്ങൾ പണിതു. അല്ലാതെ പ്രാർത്ഥന കേട്ട് ഷെയ്ഖ് എത്തിയതല്ല തീർച്ച. ദജ്ജാൽ വരുന്ന നാളിൽ അവൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നത് പോലെ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് രൂപം മാറുന്നത് പിശാചാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചതാണല്ലോ. അപ്പോൾ ജിന്നും മലക്കും പ്രാർത്ഥന കേൾക്കുമെന്ന് പറയുന്നവരും സമസ്തയും തമ്മിൽ ഇപ്പോൾ തർക്കം മഹാത്മാക്കൾ കേൾക്കില്ല എന്ന് മാത്രമാണോ? ശിർക്കാരോപണം വരുത്തിയ വിനയാണ് ഇതെല്ലാം. ഇത്തരം ഗുരുതരമായ വാദങ്ങൾ അവതരിപ്പിച്ചവർ ഇപ്പോഴും സംഘടനയുടെ നേതാക്കളും വക്താക്കളുമാണ്. നിരപരാധികളായ 10,000 പുറത്തും. എല്ലാം കാണുന്ന ഒരുവൻ മുകളിലുണ്ട്, മറക്കണ്ട. ശിർക്കാരോപണം ഷിർക്കിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന വഴികൾ 5. വിളക്ക് കൊളുത്തലും ചില വിവാദങ്ങളും. സംഘടനാ പ്രതിസന്ധി ബീജം പ്രാപിച്ച ദിനങ്ങൾ. ഇനിയും ഇത് പിളരരുത് എന്ന് കരളുരുകി പ്രാർത്ഥിച്ച 1000. അന്ന് എരിതീയിൽ എണ്ണ ഒഴിക്കുന്ന പണിയെടുത്ത ചിലരുണ്ടായിരുന്നു. ഷിർക്കിന്റെ നിറം ചേർത്ത കള്ളക്കഥകൾ കുത്തിനിറച്ച് ലേഖനമെഴുതി ചില മാന്യന്മാർ. ഷിർക്കാരോപണം ഷിർക്കിന്റെ ചളിക്കുഴിയിൽ എത്തിക്കുമെന്ന സത്യം അവരുടെ ചില അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഈ രംഗം കാണുക. ഇനി ഈ ഭാഗം കേൾക്കുക. അപ്പൊ ഈ വടവൂരികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചിന്തിക്ക്, ഇത് കണ്ടു, ഇത് വർത്തമാന, ഇത് വർത്താനം. ആരാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശത്തിൽ നിന്ന് പുറത്തു പോകുന്നത്? ആരാണ് ഇസ്ലാമിക വിരുദ്ധ ആശയം ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ വർത്തമാനത്തിൽ ഒരു ഫോട്ടോ 2005 സെപ്റ്റംബർ 22 വ്യാഴാഴ്ച പുറത്തിറങ്ങിയ വർത്തമാനാണ്. ഇതൊരു ഫോട്ടോ. ആരാന്നല്ലേ? ദാ നിൽക്കണ ഒരാളെ മെഴുകുതിരിയും പിടിച്ചിട്ട്. ആരാത്? സലാഹുദ്ദീൻ മദനി. സലാഹുദ്ദീൻ മദനി നമ്മെ കുറിച്ച് ഒരു ഫോട്ടോ ഇട്ടെങ്കിൽ ഒരു നാട് നീളങ്ങനെ ഒട്ടിച്ചേർന്നേനെ അല്ലേ? സലാഹുദ്ദീൻ മദനി, വേറൊരു ആളുണ്ട്, ഒരു സ്വാമിയോ വേറൊരു അച്ഛൻ മെഴുകുതിരിയും പിടിച്ചോണ്ടിരിക്കുക. മതസൗഹാർദ്ദ സമ്മേളനാണ്, മെഴുകുതിരി കത്തിച്ചിങ്ങനെ പിടിച്ചോണ്ടിരിക്കുക. 3 പേരും കൂടി സലാഹുദ്ദീൻ മദനിയുടെ ചിത്രം കാണുന്നത്. എങ്കിൽ ഇത് മടവൂരികൾ ചെയ്തുകൊണ്ടിരുന്നു. ഇവിടെ നിഷേധിച്ചോ, എതിർത്തോ? എന്തേ ഒരു 4 CD ഇറക്കിക്കൂടായിരുന്നോ? സലാഹുദ്ദീൻ മദനിയും മെഴുകുതിരിയും ഒരു 4 CDക്ക് വകുപ്പുണ്ടായിരുന്നല്ലോ, ഇറക്കിയോ? ഇല്ല. എന്നാ ഇത് പറ്റോ നമുക്ക്? ചിലപ്പോ നാളെ വായിക്കാനും വരും, വിശദീകരണം വരും. എന്ത്? അത് മതസൗഹാർദ്ദം. മതസൗഹാർദ്ദം മനസ്സിലായി. അത് അഡ്വാൻസ് ആയിട്ട് കൂടെ തന്നാ തീരുമല്ലോ. മതസൗഹാർദ്ദമാണ്. അങ്ങനെ ആവുമ്പോ എല്ലാവർക്കും കൊത്താം, അങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞ നാളെ വ്യാഖ്യാനിക്കേണ്ട ഖുറാഫികളെ പോലെ. ആ വ്യാഖ്യാനം ആദ്യം തന്നെ അഡ്വാൻസ് ആയിട്ട് തകർത്തൽ എന്താണെന്നറിയോ? ശബാബ്. ഞാൻ പറഞ്ഞ ശബാബ് നിങ്ങളെ കുളിപ്പിച്ച് വൃത്തിയാക്കും പറഞ്ഞു. ഈ ശബാബ്, ആ ശബാബിന് 98 നവംബറില് നീയത്തില്ലാത്ത നിലവിളക്കും എഴുത്തിരുത്തലും. ഒരാളെ നീയത്തൊന്നും ഇല്ല, ഹൈന്ദവാചാരാണ്, നീയത്തൊന്നുമില്ല. വെറുതെ പോയി ഇങ്ങനെ ഒരാൾ സ്റ്റേജിൽ പോയിട്ട് ഇങ്ങനെ വെറുതെ എന്തെടുക്കുക, ഒരു നിലവിളക്ക് കത്തിക്കുക. അങ്ങനെ നീയത്തില്ലാത്ത നിലവിളക്കും എഴുത്തിരുത്തലും ഇത് പറ്റോന്ന് ചോദിച്ചു.
അപ്പോ ശബാബ് പറയാ പറ്റൂല, ശിർക്കാന്ന് പറയാൻ പറ്റൂല. പക്ഷെ അത് ഒരു മുസ്ലിമിന് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അതിന് കാരണം പറയ നോക്കൂ. ഒന്ന് രണ്ട് കാരണം പറഞ്ഞ ഒരു കാരണം ഞാൻ വായിച്ചരാം. 2, രാത്രിയിലാണ് നിലവിളക്ക് കൊളുത്തുന്നതെങ്കിലും ഒരാളെ പറയാൻ വെട്ടയില്ലാതെ മെഴുകുതിരി കത്തിച്ചാൽ നാളെ പറയണ്ട. മനസ്സിലായോ? രാത്രിയിലാണ് നിലവിളക്ക് കൊളുത്തുന്നതെങ്കിലും ഭൗതികമായ വെളിച്ചമല്ല ലക്ഷ്യമാക്കപ്പെടുന്നതെന്ന് വ്യക്തമാകുന്നു. ചടങ്ങുകളിൽ നല്ല പ്രകാശമുള്ള വൈദ്യുത ബൾബുകളോ ഗ്യാസ് ലൈറ്റുകളോ ഉപയോഗിക്കുന്ന ഇക്കാലത്ത് വെളിച്ചത്തിന് നിലവിളക്കിനെ ആശ്രയിക്കുന്ന പ്രശ്നമില്ലല്ലോ. അപ്പോൾ ദീപാരാധനയില്ലെങ്കിലും ദീപാരാധനാ ചടങ്ങിന്റെ അനുകരണമെങ്കിലും ഉണ്ടെന്നുറപ്പാകുന്നു. കണ്ടോ? അപ്പൊ ദീപാരാധന ഇല്ലെങ്കിലും അതിന്റെ അനുകരണമുണ്ട്. അതുകൊണ്ട് ചെയ്യാൻ പറ്റൂല. നിലവിളക്കിന് പകരം മെഴുകുതിരി അല്ലെ? ആരാ മെഴുകുതിരി കത്തിക്കാറ്? ക്രൈസ്തവരാണ്. നിലവിളക്ക് ഹൈന്ദവരാണ്. അപ്പോ നിലവിളക്ക് ഹൈന്ദവര് ചേർന്ന് മെഴുകുതിരി അത് ക്രൈസ്തവരുടെ സമീപനാണ്. അവരുടെ ദീപാരാധന ചടങ്ങുമായി ബന്ധപ്പെട്ടതാണ്. ആ ചടങ്ങിനാണ് സലാഹുദ്ദീൻ മദനി പോയി മെഴുകുതിരി പിടിച്ചത്. CD ഇറക്കിയോ? നിങ്ങള് CD ഇറക്കിയോ? ഇല്ല. പക്ഷേ ഇപ്പോൾ ഇത്തരം ബഹളങ്ങളൊന്നുമില്ല, ചോദ്യവുമില്ല, മറുപടിയുമില്ല. അപ്പോൾ എല്ലാവിധ നന്മകളിൽ നിന്നുമാണോ നമ്മുടെ സഹോദരൻ തൗബ ചെയ്തത്? കക്ഷിത്വം സത്യസന്ധതയുടെ അന്തകനാണ്, മറക്കരുത്. ഇദ്ദേഹം തിരുത്തിയെന്നാണ് ഇപ്പോൾ പറയുന്നത്. വിചിന്തനത്തിൽ നിരന്തരം നിരവധി പേജുകൾ എഴുതിയ ഈ വ്യക്തി എന്തുകൊണ്ട് ഈ ഗുരുതരമായ പിഴവ് തിരുത്താൻ അതേ വിചിന്തനത്തിൽ ഒരു വരി പോലും എഴുതിക്കണ്ടില്ല? സംഘടനയുടെ ഉന്നത സ്ഥാനത്ത് അവരോധിക്കപ്പെട്ട ഇദ്ദേഹം ചെയ്ത തെറ്റ് എന്തുകൊണ്ട് തുറന്ന് എതിർക്കപ്പെട്ടില്ല? എന്നാൽ സോഷ്യൽ മീഡിയ വഴി അദ്ദേഹത്തിന്റെ ചില എഴുതി വായനകൾ വന്നു. പക്ഷെ അതിലും ആയിരങ്ങൾക്കെതിരിൽ ശിർക്കാരോപണം നടത്താൻ അദ്ദേഹം മറന്നില്ല. ഇനിയും ഈ വിഷയം വിവാദമാക്കി ജിന്നുകളോട് സഹായം നടത്താൻ തെളിവുണ്ടാക്കാൻ ശ്രമിക്കുന്ന വില കുറഞ്ഞ പരാമർശങ്ങൾ അവസാനിപ്പിക്കണമെന്ന് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇനി തിരുത്തി എന്നതുകൊണ്ട് മാത്രം ഇവിടെ പ്രശ്നങ്ങൾ തീരുമോ? ഇദ്ദേഹം KNMന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. ആദരണീയനായ കരുവള്ളി മുഹമ്മദ് മൗലവിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് മാറ്റി നിർത്തി പകരം ചേർക്കപ്പെട്ട വ്യക്തി. ഇത്തരമൊരു വീഴ്ച ഇയാളിൽ നിന്ന് ഉണ്ടായിട്ട് തെറ്റ് തിരുത്താൻ നേതാക്കൾ എന്തു ചെയ്തു? സംഘടന ഇയാളുടെ കാര്യത്തിൽ എന്ത് നടപടിയെടുത്തു? ആരായിരുന്നു അന്വേഷണ കമ്മീഷൻ? കണ്ടെത്തലുകൾ എന്തായിരുന്നു? ഈ ചോദ്യങ്ങളുടെ തൃപ്തികരമായ ഉത്തരം ലഭിക്കും വരെ ഈ നസീഹത്ത് തുടരും. തീർച്ച. ശിർക്കാരോപണം ശിർക്കിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന വഴികൾ 6. പിഴവ് തൗഹീദിന്റെ പ്രതിജ്ഞയിലും. അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. റബ്ബേ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇത് പ്രവാചകന്മാർ മാനവ സമൂഹത്തെ പഠിപ്പിച്ച അടിസ്ഥാന ആദർശം. ചരിത്രത്തിലുടനീളം തൗഹീദിന്റെ എതിരാളികൾ വികലമാക്കാൻ ശ്രമിച്ചതും ഈ അടിസ്ഥാന ആശയം തന്നെ. ലാത്തയും ഉസ്സയും മനാത്തയും ആശാകേന്ദ്രങ്ങളായി സ്വീകരിച്ച ജാഹിലിയ സമൂഹത്തിനും പിഴച്ചത് ഈ അടിസ്ഥാന വിഷയത്തിൽ തന്നെയാണ്. ഇവിടെ പഠിപ്പിക്കപ്പെടുന്ന മാത്രം എന്ന ആശയത്തിൽ വെള്ളം ചേർത്തവർ പറഞ്ഞ ന്യായങ്ങൾ വിഭിന്നമായിരിക്കാം. പക്ഷേ അടിസ്ഥാനപരമായി ഈ സത്യമാണ് വികലമാക്കപ്പെട്ടത്. സ്വന്തം വാദം തെളിയിക്കാൻ കഴിയാതെ വന്നപ്പോൾ സമസ്തയുടെ ഇരു ഗ്രൂപ്പുകളിലെയും ചില നേതാക്കൾ മാത്രം എന്ന ആശയം തിരുത്താൻ ചില ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. ഈ ക്രൂരമായ ഖുർആൻ കയ്യേറ്റത്തിനെതിരിൽ മുജാഹിദുകൾ അന്ന് ശക്തമായി രംഗത്ത് വന്നു. അവസാനം അദ്ദേഹത്തിന് ഇങ്ങനെ പറയേണ്ടി വന്നു: കാരുണ്യകനും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ. അല്ലേ? അങ്ങനെയല്ല അർത്ഥം? എല്ലാവരും പറയുന്ന അർത്ഥം തന്നെയല്ലേ? തിരുനാമത്തിൽ മാത്രമാണോ അതല്ല വേറെ ആരുടെങ്കിലും നാമം അവിടെ നമ്മൾ ചേർക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ തിരുനാമത്തിൽ മാത്രം. അല്ലേ? സംശയമുണ്ടോ? സംശയമുണ്ടോ ആർക്കെങ്കിലും? അള്ളാഹുവിന്റെ തിരുനാമത്തിൽ മാത്രം. അല്ലേ? സംശയമില്ല. പിന്നെ എന്തുകൊണ്ടാണ് എല്ലാവരും അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് തിരുനാമത്തിൽ എന്ന് മാത്രം എന്ന് പറയാതെ അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞു നിർത്തിയത്? എന്തിനാ അങ്ങനെ ചെയ്തത്? അപ്പൊ പദാർത്ഥത്തിൽ മാത്രം ഇല്ല, യഥാർത്ഥത്തിൽ മാത്രം ഉണ്ട്. അത് തന്നെ ഇയ്യാക്കനാകുന്നുണ്ട്. പദാർത്ഥത്തിൽ നിന്നെ മാത്രം എന്നില്ല,
യഥാർത്ഥത്തിൽ നിന്നെ മാത്രം ഉണ്ട്. എന്നാൽ അന്ന് ഏതൊരു വചനത്തിൽ സമസ്തക്കാർ കൃത്രിമം നടത്തിയോ അതേ ആശയത്തിൽ ഇന്ന് കൃത്രിമം കാണിക്കുന്നത് ആരെന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഓരോരുത്തരും ആവർത്തിച്ച് ഓരോ ദിവസവും നിർബന്ധമായ ഓരോ മുസ്ലിമും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നു. അള്ളാഹുവിന്റെ മുന്നിൽ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പ്രതിജ്ഞയെടുക്കുകയാണ്, അള്ളാഹുവേ നിന്നെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞാൻ സഹായം തേടുന്നത്. ഈ ഇസ്തിആനത്ത് അള്ളാഹുവിനോട് മാത്രം എന്നത് ഒരു മുസ്ലിമിനെ കൊണ്ട് ആവർത്തിച്ച് പ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്നു. ആ പ്രതിജ്ഞ പരിശുദ്ധ ഖുർആനിലെ ഉമ്മുൽ ഖുർആൻ എന്ന സൂറത്തുൽ ഫാത്തിഹയിൽ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഈ ഇസ്തിആനത്ത് അതിൽ നിന്ന് അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഇക്കാര്യത്തിൽ നിന്ന് ആലമു ഷഹാദയിൽ അഥവാ ദൃശ്യലോകത്തെ നമ്മൾ കാണുന്ന മനുഷ്യരെ അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. അതെ, ഈ വചനത്തിൽ പറഞ്ഞ സഹായത്തേട്ടം മനുഷ്യർ പരസ്പരമാകാമെന്നാണ് പുതിയ വാദം. ഇവിടെ ഖുർആൻ പഠിപ്പിക്കുന്ന ഇസ്തിആനത്ത് അഥവാ സഹായത്തേട്ടം ഇബാദത്ത് അഥവാ ആരാധന എന്ന നിലയ്ക്ക് തന്നെ പഠിപ്പിക്കപ്പെട്ടതാണ്. ഇത് മനുഷ്യർ പരസ്പരം ചെയ്താൽ ശിർക്കാവുന്ന സഹായത്തേട്ടവുമാണ്. അഥവാ ഈ വചനത്തിൽ പറഞ്ഞ നിന്നെ മാത്രം ആരാധിക്കുന്നു എന്നത് ഒരാൾ അല്ലാഹു അല്ലാത്തവർക്ക് നൽകിയാൽ എന്താണോ സംഭവിക്കുക അതുതന്നെയാണ് നിന്നോട് മാത്രം സഹായം തേടുന്നു എന്നതിലെ സഹായത്തേട്ടം അല്ലാഹു അല്ലാത്തവർക്ക് നൽകിയാലും സംഭവിക്കുക. നൂതനമായി അവതരിപ്പിക്കപ്പെട്ട ഈ വാദം ഒന്നുകൂടി കേൾക്കുക. ഈ ഇസ്തിആനത്ത് അതിൽ നിന്ന് അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഇക്കാര്യത്തിൽ നിന്ന് ആലമു ഷഹാദയിൽ അഥവാ ദൃശ്യലോകത്തെ നമ്മൾ കാണുന്ന മനുഷ്യരെ അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. ഇവിടെ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട എന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നു. അതെ, അറിയാതെ പറഞ്ഞതല്ല എന്നർത്ഥം. എന്നിട്ട് തന്റെ തെറ്റായ വാദം തെളിയിക്കാൻ അദ്ദേഹം മറ്റൊരു ഖുർആൻ വചനം ദുർവ്യാഖ്യാനം നടത്തുക കൂടി ചെയ്യുന്നു. എങ്ങനെ മനസ്സിലായി? പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി, തആവനു അനിൽ ബിർരി വത്തഖ്വ വലാ തആവനു അനിൽ ഉദ്വി. നന്മയുടെ കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കുക എന്ന വചനത്തിൽ നിന്ന് അവിടെ നിങ്ങൾ മനുഷ്യർ തമ്മിലുള്ള സഹകരണത്തെ കൃത്യമായി മാറ്റി നിർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല അതാർക്കും അറിയാവുന്നതാണ്. സൂറത്ത് മാഇദയിലെ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഫാത്തിഹയിലെ നിന്നോട് മാത്രം ചോദിക്കുന്നു എന്ന് പറഞ്ഞ സഹായത്തേട്ടം മനുഷ്യർ തമ്മിലാകാമെന്ന് പഠിപ്പിച്ച ഒരു പ്രാമാണിക തഫ്സീറും കാണുക സാധ്യമല്ല. എം അക്ബറിന്റെ വാദമനുസരിച്ച് സൂറത്ത് മാഇദയിലെ സഹായ ചോദ്യവും ഇയ്യാക നഅ്ബുദുവിലെ സഹായ ചോദ്യവും ഒരേ അർത്ഥത്തിലുള്ളതാണ്. എന്നാൽ സൂറത്തുൽ മാഇദയിൽ പറഞ്ഞ സഹായം അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട സഹായമല്ല, മറിച്ച് മനുഷ്യർക്ക് പരസ്പരം ചോദിക്കാവുന്ന സഹായമാണ്. ഒരു വേള ഈ ആയത്തിൽ പറഞ്ഞ ചില സഹായം അള്ളാഹുവിനോട് ചോദിച്ചാൽ ചിലപ്പോൾ അത് റബ്ബിനെ പരിഹസിക്കലുമാകാം. ഉദാഹരണം, അള്ളാഹുവേ എനിക്കൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് തരൂ എന്ന് പറഞ്ഞാൽ അത് പരിഹാസം തന്നെയാണല്ലോ. ഇവിടെ മുജാഹിദുകൾ ഷിർക്കിലാണ് എന്ന് പറയാൻ ഇസ്ലാമിക വിശ്വാസ സംഹിതയുടെ അടിത്തറകൾ ഇളക്കുക വഴി എത്തിപ്പെട്ട അവസ്ഥ അതീവ ഗുരുതരമാണ്. ഈ ബഹുമാന്യ വ്യക്തിയുടെ നൂതന വാദപ്രകാരം ഒരാൾ മാതാ അമൃതാനന്ദമയിയുടെ മുന്നിൽ ചെന്ന് അമ്മേ എന്നെ സഹായിക്കണമേ, ഒരു കുട്ടിയെ തരണേ എന്ന് പറഞ്ഞാൽ അത് ഷിർക്കാവില്ല. കാരണം അമ്മയും മനുഷ്യനാണ്, ചോദ്യകർത്താവും മനുഷ്യനാണ്. അള്ളാഹുവിനോട് മാത്രമുള്ള ഈ ചോദ്യം മനുഷ്യർ തമ്മിലാകാമെന്നാണല്ലോ ഇദ്ദേഹത്തിന്റെ വാദം. ഈ ഇസ്തിആനത്ത് അതിൽ നിന്ന് അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഇക്കാര്യത്തിൽ നിന്ന് ആലമു ഷഹാദയിൽ അഥവാ ദൃശ്യലോകത്തെ നമ്മൾ കാണുന്ന മനുഷ്യരെ അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. എങ്ങനെ മനസ്സിലായി? പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. നോക്കൂ, എന്തൊരു ഗുരുതരമായ ഷിർക്കൻ വിശ്വാസത്തിലേക്കാണ് ഷിർക്ക് ആരോപകരുടെ വാദം എത്തിച്ചേരുന്നത്. കാരണം സൂറത്തുൽ ഫാത്തിഹയിൽ പഠിപ്പിക്കപ്പെട്ട സഹായത്തേട്ടം മനുഷ്യർ തമ്മിൽ നടത്താമെന്നാണല്ലോ ഈ നൂതനവാദത്തിന്റെ ഇതിവൃത്തം. ഈ സഹായത്തേട്ടം അള്ളാഹുവിന് മാത്രം എന്ന് പറഞ്ഞതിന്റെ പേരിൽ
പീഡനമുറകളും ഊരുവിലക്കുകളും അനുഭവിച്ച ഒരു ജനതയുടെ പിൻതലമുറ എത്തിയ ചതിക്കുഴി എന്തുമാത്രം ഭീകരമാണ്. സുഹൃത്തെ, യുഗാന്തരങ്ങളിൽ മാറ്റൊലിക്കൊണ്ട തൗഹീദിന്റെ ഈ മന്ത്രധ്വനികൾ വരെ തിരുത്തുന്ന ദുരന്തമാണ് ഈ വിവാദം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ നഷ്ടം. മാരകമായ ഈ ശിർക്കൻ വാദം അക്ബർ സാഹിബിന്റെ ഒരു ലഘുലേഖ വഴിയാണ് പുറത്തുവരുന്നത്. ഉടനെ ഇതിന്റെ അപകടം വിശദീകരിച്ച് ഷമീർ മദീനി ലേഖനമെഴുതി. പക്ഷേ ഒരു പ്രതികരണവും ഉണ്ടായില്ല. എന്നാൽ പിന്നീട് കാണുന്നത് ഈ ആശയം ഉൾക്കൊള്ളുന്ന അദ്ദേഹത്തിന്റെ പ്രഭാഷണം തന്നെ പുറത്തുവിടുന്നതാണ്. 2002 വിവാദകാലത്ത് വിശ്വാസം 1-ാം വാള്യത്തിൽ തനിക്ക് പറ്റിയ തെറ്റ് സ്വന്തം കൈപ്പടയിൽ കത്തെഴുതി തിരുത്തിയ MM അക്ബർ ഈ ഗുരുതരമായ വീഴ്ച ഈ നിമിഷം വരെ തിരുത്തിയിട്ടില്ല. മാത്രവുമല്ല, ഒരു പരസ്യവേദിയിൽ ഈ വിഷയം ചോദ്യമായി വന്നപ്പോൾ 14 മിനിറ്റ് നീളുന്ന തന്റെ പ്രഭാഷണത്തിൽ എന്തെല്ലാമോ പറഞ്ഞു തീർത്തു. അവിടെയും എനിക്ക് പിഴവ് പറ്റിയെന്ന് അദ്ദേഹം പറഞ്ഞില്ല. മാത്രവുമല്ല, ഇതേ പ്രഭാഷണത്തിൽ മുജാഹിദുകൾക്കെതിരിൽ ഷിർക്ക് ആരോപണം നടത്തുക കൂടി ചെയ്തു ഈ മാന്യദേഹം. ജിന്നുകൾ അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണ് എന്നതുകൊണ്ടും ജിന്നുകൾ എവിടെയും ഉണ്ടാകാമെന്നതുകൊണ്ടും ജിന്നുകൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കാം എന്നതുകൊണ്ടും അവരെ വിളിച്ചാൽ അത് അവരോട് സഹായം ചോദിച്ചാൽ അത് ഷിർക്കാവുകയില്ല എന്ന് ഒരു വിഭാഗം ആളുകൾ വാദിച്ചപ്പോൾ, റബ്ബിനെ മാത്രം വിളിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു ജനസമൂഹത്തെ ചിലരുടെ വ്യക്തി താൽപര്യങ്ങൾക്ക് വേണ്ടി ഇത്തരം ആരോപണങ്ങൾ വഴി ദ്രോഹിച്ചപ്പോൾ നമസ്കാരത്തിലെ പ്രതിജ്ഞ പോലും പിഴയ്ക്കുന്ന സ്ഥിതിയിൽ എത്തിച്ചേർന്നു നമ്മുടെ പ്രിയപ്പെട്ടവർ. നൂതന വാദങ്ങൾ അവതരിപ്പിച്ച് മൗനം കൊണ്ടത് മാഞ്ഞുപോയിക്കൊള്ളും എന്ന് കരുതി നിശബ്ദത പാലിക്കുന്ന അക്ബർ സാഹിബ് മനസ്സുകൊണ്ടെങ്കിലും നിങ്ങൾ ഈ തെറ്റ് തിരുത്തിയോ എന്നറിയില്ല. എന്നാൽ പരസ്യമായി തന്നെ താങ്കളുടെ വാദം തെളിയിക്കാൻ കഷ്ടപ്പെടുന്ന കുറെ പാവങ്ങളുണ്ടിവിടെ. സോഷ്യൽ മീഡിയകളിൽ ഉറക്കമൊഴിയുന്ന ചില സാധുക്കൾ. ഓർക്കുക, ഇതിന്റെ ഉത്തരവാദിത്വം താങ്കൾക്കുമുണ്ട്, അവർക്കു മാത്രമല്ല. ഷിർക്കാരോപണം ഷിർക്കിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന വഴികൾ 7. മലക്കുകളോട് നബി തിരുമേനി എല്ലാതരം സഹായവും തേടി. ബിസ്മിയുടെ സംസ്ഥാന നേതൃനിരയിലെ പ്രമുഖ വ്യക്തിത്വം പറയുന്നത് കേൾക്കുക. പ്രവാചകന്മാരുടെ മോചിതത്താണോ, അല്ലാതെ എല്ലാ സഹായവും മലക്കുകളോട് റസൂലുള്ളാഹി തേടിയിട്ടുണ്ട്. എല്ലാ സഹായവും തേടിയിട്ടുണ്ട്. എല്ലാ സഹായവും മലക്കുകളോട് റസൂലുള്ളാഹി തേടിയിട്ടുണ്ട്. എല്ലാ സഹായവും തേടിയിട്ടുണ്ട്. ബദർ യുദ്ധത്തിൽ സഹായം തേടിയിട്ടുണ്ടല്ലോ. അപ്പോൾ മലക്കിനോട് സഹായം ചോദിക്കാമെന്ന് ആയത്തോതിയാണ് ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. പ്രവാചകൻ എല്ലാത്തരം സഹായത്തേട്ടവും മലക്കുകളോട് നടത്തിയെന്ന് തിരുനബിയുടെ പേരിൽ പച്ചക്കള്ളം പറയുന്നത് വീണ്ടും കേൾക്കുക. ബദർ യുദ്ധത്തിൽ സഹായം തേടിയിട്ടുണ്ടല്ലോ. എന്നാൽ ഇറയിലിരിക്കുമ്പോഴോ ഗുഹയിലിരിക്കുമ്പോഴോ ശത്രുക്കൾ നബിയുടെ അടുത്ത് വന്ന് കീഴോട്ട് നോക്കുകയാണ്. പക്ഷേ അവിടെ മാറാലയും പ്രാവിന്റെ ശബ്ദവും കേട്ട് ശത്രുക്കൾ മടങ്ങുകയാണ്. കൂട്ടരെ, ആ മലയുടെ പൊത്തിന്റെ അടുത്ത് ജിന്നുണ്ടാവില്ലേ? എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മലക്കുകളോട് സഹായം അഭ്യർത്ഥിച്ചില്ലേ? അതേ രീതിയിൽ ഹാദിറായ ഈ ജിന്നിനോട് എന്തുകൊണ്ട് റസൂലുള്ളാഹി സഹായം തേടിയില്ല? ഇദ്ദേഹം ഇപ്പോഴും സംഘടനയുടെ ഭാഗമാണ്. ഏകദേശം 1 വർഷമായി ഇദ്ദേഹം ഈ വാദം അവതരിപ്പിച്ചിട്ട്. പക്ഷേ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ആദരണീയനായ AP വെന്റിലേറ്ററിൽ കിടക്കുന്ന ദിവസം പോലും അദ്ദേഹത്തിന്റെ ഒപ്പുചാർത്തി പുറത്താക്കൽ കത്ത് അയച്ചവർ ഈ നൂതനവാദങ്ങളൊന്നും കേട്ടിട്ടില്ലേ? എങ്കിൽ ആ റബ്ബർ സീൽ അന്യായമായി ഉപയോഗിക്കുന്ന വ്യക്തിയെ നാം തിരിച്ചറിയുക. മലക്കുകളോട് പ്രവാചകൻ എല്ലാ സഹായവും തേടിയെങ്കിൽ മലക്കുകളെ വിളിച്ചു തേടുന്ന ഇവർക്ക് ഈ ആയത്ത് ബാധകമാണോ? يا جبريل يا ميكائيل يا إسرافيل يا أزرائيل يا جبريل يا ميكائيل يا إسرافيل يا أزرائيل يا جبريل يا ميكائيل يا إسرافيل يا أزرائيل يا جبريل يا ميكائيل يا إسرافيل يا أزرائيل. റാത്തീബിന്റെ കപട അനുഭൂതിയിൽ നടത്തുന്ന ഈ നിലവിളികൾ
ഇനി മുതൽ തൗഹീദാണ് എന്ന് ഇവർ പറയുമോ? അപ്പോൾ ഇനി മുതൽ ഇത് എതിർക്കപ്പെടേണ്ട കാര്യമല്ലേ? പക്ഷേ ആ മടക്കം നടത്തുന്നത് തൗഹീദിന്റെ ഈ മനുഷ്യക്കടലല്ല, മറിച്ച് ഈ ആത്മബന്ധങ്ങളെ വലിച്ചു കീറിയ ചില വ്യക്തികളാണ് എന്ന് മാത്രം. ചിന്തിക്കുക, തീരുമാനങ്ങൾ ആലോചനാപൂർവമെടുക്കുക. ജിന്നിനോട് പ്രാർത്ഥിക്കാനോ സഹായം തേടാനോ പാടില്ല എന്ന് സമൂഹത്തോട് നാം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ അവയോടുള്ള എല്ലാ ചോദ്യവും ശിർക്കാണ് എന്ന് പറയാൻ പലരും നിർബന്ധിച്ചു, ഭീഷണിപ്പെടുത്തി. ഈ വിഷയത്തിൽ ഉത്തരം നൽകിയപ്പോൾ മുജാഹിദുകൾ പാലിച്ച ഒരു സൂക്ഷ്മതയെ പലരും ദുർവ്യാഖ്യാനം നടത്തി. ഒരു ചോദ്യവും ഉത്തരവും കേൾക്കുക. സഹായം തേടിയാൽ ശിർക്കാകില്ലേ എന്നാണ് ചോദിച്ചത്. ശിർക്കാകുമോ അല്ലേ? അതല്ല ശിർക്കാവാത്ത വല്ല സഹായം തേട്ടവും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. പിന്നെ നിങ്ങൾ പറഞ്ഞു ജിന്നിനെ കണ്ടാൽ സഹായം ചോദിക്കാന്ന്. കാണുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അതിന് ഇല്ലാത്ത കാര്യം എന്തിനാ പറയുന്നത്? കാണാത്ത നിലയിൽ സഹായം ചോദിച്ചാൽ ശിർക്കാകാത്ത വല്ലതുമുണ്ടോ? അതാണ് ചോദ്യം. അതല്ലാതെ ഞാൻ മടവരൂപമൊന്നുമല്ല, ഞാൻ അനുഭാവിയാണ്. പക്ഷേ അതിന് എനിക്ക് ഖുർആനും സുന്നത്തും അനുസരിച്ച് മറുപടി പറയുക. ഞാൻ ഇത്രയൊക്കെ ഓതിയത് വെറുതെയാ? ഇനി വേറെ വല്ല ഖുർആൻ ഉണ്ടെങ്കിൽ എനിക്ക് അറിയൂല. അവർ ഷിയാക്കക്ക് ഖുർആൻ എടുത്ത 14,000 ആയത്തിന് പറഞ്ഞത് ആ ആയത്തിൽ നിന്ന് ഖുർആൻ ഓതാൻ എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞത് എന്താ? ജിന്നുകളോട് സഹായം തേടാനല്ല. ഇനി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജിന്നുകളോട് സംസാരിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു. അതൊരു മറ്റൊരു ഹദീസ്, ഖുർആൻ തന്നെയാണത്. അതും ഖുർആൻ തന്നെ ഞാൻ പറഞ്ഞത്. അപ്പൊ ജിന്നുകളുമായി സുലൈമാൻ നബി സംസാരിച്ചു. അത് ശിർക്കാണ് എന്ന് ഞാൻ പറയില്ല, ലോകത്താരും പറയില്ല, അതറിയുന്നവരാരും പറയില്ല. അപ്പൊ ജിന്നുകളോട് ഏതെങ്കിലും നിനക്ക് സഹായം തേടിയാൽ ശിർക്കാണെന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റയടിക്ക് ശിർക്കാണ്, ബലം പിടിച്ച് മസിൽ പിടിച്ചൊക്കെ പറയാൻ എളുപ്പമാണ്. അപ്പോൾ അതിങ്ങനെ പറയുമ്പോൾ അതിനപ്പുറത്ത് നിങ്ങൾ മറ്റേ വാദമായിട്ട് വരും. അപ്പൊ ഞാൻ അത് പരിഗണിക്കണം. ഇസ്ലാമിന്റെ ഒരു ഹുക്കുമ് ഞാൻ നോക്കണം. അപ്പൊ അതിനൊക്കെ കണക്ക് കൂട്ടിയാണ് ഞാൻ മറുപടി പറയുക. ഇനി എന്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, അതിനനുസരിച്ച് ഉത്തരം കിട്ടണമെന്ന് വിചാരിച്ചൊരു ചോദ്യം ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന രൂപം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായും ആ വഴിക്ക് ഞങ്ങൾ പോകൂല, ആ വഴിക്ക് ഞങ്ങൾ വിശദീകരിക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേർക്കുനേരെ കാര്യം പറഞ്ഞു തരിക, മനസ്സിലാക്കാനുള്ള ബുദ്ധി തന്നു, ചിന്തിക്കാനുള്ള ബുദ്ധി തന്നു. ആ ബുദ്ധി അനുസരിച്ചുകൊണ്ട് സ്വീകരിക്കാവുന്നതാണ്. നേർക്ക് നേരെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ആ ജിന്ന് എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ഒരു സൃഷ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുമായി ബന്ധപ്പെടാൻ നമ്മളോട് പറഞ്ഞില്ല. ഏതെങ്കിലും ഒരു കാര്യം അതുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കാനും പറഞ്ഞില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനോട് ചോദിക്കാൻ പറഞ്ഞില്ല. ഇനി അതല്ല, മനുഷ്യന്റെ പ്രയാസമുണ്ടാകുന്ന പ്രാർത്ഥനയുടെ ഘട്ടമാണെങ്കിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ശൈത്താന്മാരോട് ഇസ്തിഹാദത്ത് നടത്തിയവരുണ്ട്, പിശാചുക്കളിൽ തവക്കുലാക്കിയവരുണ്ട്, ഖുർആൻ അതിനെ വിമർശിച്ചിട്ടുണ്ട്, അവരോട് പ്രാർത്ഥിച്ചവരുണ്ട്. അത് ശിർക്കാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ നിലക്ക് അവരോട് പ്രാർത്ഥിക്കുവാനോ തേടുവാനോ ഒന്നും പാടില്ല. അതേ നിലക്ക് ഒരാളെ സംബന്ധിച്ചിടത്തോളം ജിന്ന് നേർക്ക് നേരെ വന്നു, അല്ലെങ്കിൽ അയാൾക്ക് മുന്നിൽ ജിന്ന് കീഴ്പ്പെടുത്തപ്പെട്ട അള്ളാഹുവിന്റെ പ്രത്യേകമായ തീരുമാനപ്രകാരം, എങ്കിൽ അയാൾക്ക് ആ ജിന്നുമായി സംസാരിക്കുകയോ ജിന്നിനെ കൊണ്ട് പണിയെടുപ്പിക്കുകയോ ചെയ്താൽ അത് ശിർക്കാണെന്നോ കുഫ്റാണെന്നോ പറയുക സാധ്യമല്ല. ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പറയുന്നത് ജിന്ന് കേട്ടോളും എന്ന് വിശ്വസിച്ചാലും അതും ശിർക്കാവുകയില്ല. ഒരാൾ സംസാരിക്കുന്നത് മലക്ക് കേട്ടോളും എന്ന് വിചാരിച്ചാലും ശിർക്കാവുകയില്ല. ഇതിനൊക്കെ ഖുർആനിലും ഹദീസിലും ഒക്കെ ഒരുപാട് തെളിവുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, നീ താഴ്വരകളെ ആട്ടിൻപറ്റങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളാണ് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇതാക്കുന്ന ഫിൽ ഗനമി വൽ ബാദിയ, വല്ല താഴ്വരയിലോ അതുപോലെ തന്നെ ആട്ടിൻകൂട്ടങ്ങളോടൊപ്പമോ ആയി കഴിഞ്ഞാൽ നമസ്കാരത്തിന് വേണ്ടി സമയമായാൽ നിന്റെ ശബ്ദം നീ ഉയർത്ത്. കാരണം നീ ബാങ്ക് കൊടുത്താൽ നിന്റെ ശബ്ദം ജിന്നുകൾ കേൾക്കും, മലക്കുകൾ കേൾക്കും, മറ്റുള്ളത് കേൾക്കുന്നവരൊക്കെ കേൾക്കും. അങ്ങനെ കേട്ടാൽ അവർ സാക്ഷി നിൽക്കും എന്നൊക്കെ ഹദീസിലുണ്ട്. അവ മനുഷ്യന്മാർ സംസാരിക്കുന്ന മറ്റുള്ളവർ കേൾക്കും. അങ്ങനെ കേട്ടു എന്ന് വിശ്വസിച്ചാലോ അവർ കേൾക്കുമെന്ന് പറഞ്ഞാലോ അതൊന്നും ശിർക്കാവുകയില്ല. നേരെ മറിച്ച് നമ്മളോടല്ല പറഞ്ഞത് ജിന്നുകളോട് സഹായം തേടാനല്ല, നേരെ മറിച്ച് മനുഷ്യർ പരസ്പരം സഹായം തേടാം. പ്രാർത്ഥന അത് അള്ളാഹുവിനോട് മാത്രമായിരിക്കണം എന്നതാണ്. ആ നിലപാടാണ് മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചിട്ടുള്ളത്. ആ നിലപാടാണ് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത്. ഈ സൂക്ഷ്മതാബോധം വിട്ട് കേവല ലക്ഷ്യങ്ങൾ നേടാൻ വാദങ്ങൾ മാറ്റിയപ്പോൾ ഷിർക്ക് വിശ്വാസത്തിൽ ഇരമ്പിയെത്തിയത് ഇനിയെങ്കിലും നാം മനസ്സിലാക്കണം. ഇത്തരം മറുപടികൾ നൽകിയവർ തന്നെ നമ്മൾ വസീലത്ത് ഷിർക്ക് എന്ന പുതിയ ഷിർക്ക് കൊണ്ടുവന്നു എന്ന് അലറി വിളിച്ചു. എന്നിട്ട് ജിന്നിനോടുള്ള സഹായ ചോദ്യങ്ങളെല്ലാം ഷിർക്കാണ് എന്നും നിസ്സംശയം പ്രഖ്യാപിച്ചു. എന്നാൽ പത്തപ്പിരിയം സംവാദവേദിയിലെത്തിയപ്പോൾ
ജിന്നിനോടുള്ള ചോദ്യത്തിൽ ചിലത് വസീലത്തുൻ ഇല ഷിർക്ക് അഥവാ ഷിർക്കിലേക്ക് നയിക്കുന്നതാണ് എന്ന് സമ്മതിക്കുന്ന സ്ഥിതിയിൽ ഇതേ വ്യക്തികൾ എത്തിച്ചേർന്നു. സംസാരമധ്യത്തിൽ ഒരു പ്രത്യേക ഭാഗം അദ്ദേഹം വിഴുങ്ങുന്നതും കാണാം. ആ ഭാഗം ആവർത്തിച്ചു കേൾപ്പിക്കട്ടെ. ഇസ്തിംതാഇന് ഇസ്തിആനത്ത് പെടും. ഷിർക്കായ കാര്യമാണ് പരസ്പരം ഉപകാരം എടുത്തതെങ്കിൽ അത് ഷിർക്കാണ്. ഷിർക്കല്ലാത്ത ഷിർക്കിലേക്ക് നയിക്കുന്നതാണെങ്കിൽ ഷിർക്കല്ലാത്ത ഷിർക്കിലേക്ക് നയിക്കുന്നതാണെങ്കിൽ ഷിർക്കല്ലാത്ത ഷിർക്കിലേക്ക് നയിക്കുന്നതാണെങ്കിൽ അത് ഷിർക്കല്ലാത്ത ഇസ്തിംതാആണ്. അതേപോലെ തന്നെ ഹറാമാണ് പിശാച് ദുർബോധനം നടത്തി ചെയ്യുന്നതെങ്കിൽ അത് ഷിർക്കുമല്ല, അത് ഷിർക്കുമല്ല, അത് ശിർക്കുമല്ല, നേരെ മറിച്ച് ഹറാമായ കാര്യമാണ്, ഹറാമായ കാര്യമാണ്, ഹറാമായ കാര്യമാണ്. എന്നാൽ അദ്ദേഹം പറയാൻ മടിച്ച ആ ഭാഗം അദ്ദേഹത്തെ കൊണ്ട് തന്നെ പറയിച്ചു. അവസാനം മുസ്ലിം ജിന്നിനോട് ചോദിക്കുന്ന കാര്യങ്ങളിൽ ചിലത് ഷിർക്കല്ല, മറിച്ച് അത് ഷിർക്കിലേക്ക് മനുഷ്യനെ നയിക്കുന്നതാണ് എന്ന് അദ്ദേഹം തുറന്നു സമ്മതിച്ചു. കുടുങ്ങി. ആരാ കുടുങ്ങിയത്? പിടിച്ചോ. ഇപ്പൊ ആലു ഷെയ്ഖിനല്ലേ നമുക്കെതിരില് വലിയ രേഖയായിട്ട് കൊണ്ടുവന്നത്. ആ ആലു ഷെയ്ഖ് പറയുന്നത് അദ്ദേഹം ആയത്ത് ഓതിയിട്ടുണ്ട്, ആയത്ത് എഴുതിയിട്ടുണ്ട് എന്നത് ശരിയാണ്. വലിഹാദാ നഖൂലു, അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇന്ന തിൽക്കൽ ഇസ്തിആന بجميع أنواعها لا تجوز فمنها ما هو شرك كالاستعانة بشياطين الجن يعني الكفار ومنها ما هو وسيلة إلى الشرك كالاستعانة بمسلمي الجن. ഇത് ഞാൻ അംഗീകരിക്കുന്നുവോ ഇല്ലയോ എന്നതല്ല ഞാൻ പറയുന്നത്. ഇത് അംഗീകരിക്കുന്ന മുസ്ലിയാർ ഉദ്ധരിച്ച തെളിവും മുസ്ലിയാർ അന്ന് പറഞ്ഞ തെളിവും രണ്ടും വൈരുദ്ധ്യമാണ്. അല്ലയോ മുസ്ലിയാരെ, യാ മഅ്ശറൽ ജിന്നി ഖദ് ഇസ്തക്സർതും എന്ന് പറഞ്ഞ ആ ജിന്ന് മുസ്ലിം ജിന്നാണോ? ഒരുപക്ഷെ മുസ്ലിയാർ ഇവിടെ മലക്കം മറിയും. മുസ്ലിം ജിന്നും കാഫിർ ജിന്നും ഒന്ന് തന്നെയാണ്, ഹുക്കും ഒന്ന് തന്നെയാണ്, രണ്ടും ശരി തന്നെയാണ്, രണ്ടു കൂട്ടരോടുള്ള ചോദ്യവും ഒരുപോലെയാണ്. മലക്കം അറിഞ്ഞാൽ ആലു ഷെയ്ഖ് പിടിക്കും. അബ്ദുറഹ്മാൻ സലഫി മാത്രല്ല, നിങ്ങൾ കൊണ്ടുവന്ന തെളിവ് നിങ്ങളെ പിടിക്കും മുസ്ലിയാരെ. ഇന്ന തിൽക്കൽ ഇസ്തിആനത ബിജമീഇ അൻവാഇഹാ ലാ തജൂസ്, എല്ലാ തരത്തിലുള്ള സഹായ തേട്ടവും അനുവദനീയമല്ല. ഫമിൻഹാ മാ ഹുവ ശിർകുൻ, നിങ്ങൾ പറഞ്ഞതാണ്, ഞാൻ തെളിവിൽ ഉദ്ധരിച്ചതല്ല. പ്രമാണമില്ലാതെ ആരു പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കുകയില്ല. അയിമ്മത്തുൽ അർബഅത്തിന്റെ പോലും അഭിപ്രായം പ്രമാണമില്ലേ സ്വീകരിക്കില്ല. വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ, ശിർക്കാരോപണത്തിന്റെ വേദന സഹിക്കുന്നവർ, ആത്മാവിൽ എഴുതപ്പെട്ട ആദർശത്തിൽ നിന്ന് വ്യതിയാനം വന്നു എന്നാരോപിക്കപ്പെട്ടവർ ഹൃദയം തുറന്ന് നന്ദി രേഖപ്പെടുത്തിയ നിമിഷങ്ങളായിരുന്നു ഇത്. കാരണം അവർക്ക് വീടുകളിലേക്ക് തിരിച്ചെത്തണം. മാതാപിതാക്കളുടെ പിണക്കം മാറണം. ഇണകൾ മനസ്സ് തുറക്കണം. അതിനാൽ ഈ വരികൾ ഇദ്ദേഹം തന്നെ പറയുന്ന നിമിഷം അവർ കാത്തിരിക്കുകയായിരുന്നു. ആ ആലു ഷെയ്ഖ് പറയുന്നത് അദ്ദേഹം ആയത്ത് ഓതിയിട്ടുണ്ട്, ആയത്ത് എഴുതിയിട്ടുണ്ട് എന്നത് ശരിയാണ്. വലിഹാദാ നഖൂലു, അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇന്ന തിൽക്കൽ ഇസ്തിആന بجميع أنواعها لا تجوز فمنها ما هو شرك كالاستعانة بشياطين الجن يعني الكفار ومنها ما هو وسيلة إلى الشرك كالاستعانة بمسلمي الجن. ഇത് ഞാൻ അംഗീകരിക്കുന്നുവോ ഇല്ലയോ എന്നതല്ല ഞാൻ പറയുന്നത്. ഇത് അംഗീകരിക്കുന്ന മുസ്ലിയാർ ഉദ്ധരിച്ച തെളിവും മുസ്ലിയാർ അന്ന് പറഞ്ഞ തെളിവും രണ്ടും വൈരുദ്ധ്യമാണ്. അല്ലയോ മുസ്ലിയാരെ, യാ മഅ്ശറൽ ജിന്നി ഖദ് ഇസ്തക്സർതും എന്ന് പറഞ്ഞ ആ ജിന്ന് മുസ്ലിം ജിന്നാണോ? ഒരുപക്ഷെ മുസ്ലിയാർ ഇവിടെ മലക്കം മറിയും. മുസ്ലിം ജിന്നും കാഫിർ ജിന്നും ഒന്ന് തന്നെയാണ്, ഹുക്കും ഒന്ന് തന്നെയാണ്, രണ്ടും ശരി തന്നെയാണ്, രണ്ടു കൂട്ടരോടുള്ള ചോദ്യവും ഒരുപോലെയാണ്. മലക്കം അറിഞ്ഞാൽ ആലു ഷെയ്ഖ് പിടിക്കും. അബ്ദുറഹ്മാൻ സലഫി മാത്രല്ല, നിങ്ങൾ കൊണ്ടുവന്ന തെളിവ് നിങ്ങളെ പിടിക്കും മുസ്ലിയാരെ. ഇന്ന തിൽക്കൽ ഇസ്തിആനത ബിജമീഇ അൻവാഇഹാ ലാ തജൂസ്, എല്ലാ തരത്തിലുള്ള സഹായ തേട്ടവും അനുവദനീയമല്ല. ഫമിൻഹാ മാ ഹുവ ശിർകുൻ, നിങ്ങൾ പറഞ്ഞതാണ്, ഞാൻ തെളിവിൽ ഉദ്ധരിച്ചതല്ല. പ്രമാണമില്ലാതെ ആരു പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കുകയില്ല. അയിമ്മത്തുൽ അർബഅത്തിന്റെ പോലും അഭിപ്രായം പ്രമാണമില്ലേ സ്വീകരിക്കില്ല. പിന്നെ കാഫിർ ജിന്നായിരുന്നു സലഫിയുടെ പ്രശ്നം.
നിങ്ങളിവിടെ തെളിവിനുദ്ധരിച്ച ആലു ഷെയ്ഖിന്റെ വാചകത്തിലുള്ളത് മുസ്ലിം ജിന്നിനോടുള്ള സഹായതേട്ടം വസീലത്ത് ശിർക്കും, കാഫിർ ജിന്നിനോടുള്ള സഹായതേട്ടം ശിർക്കുമെന്നാണ്. ഇവിടെ ആലു ഷെയ്ഖ് ഉദ്ധരിച്ച ഈ ആയത്ത് മുസ്ലിയാരെ നിങ്ങൾ ഉദ്ധരിച്ചത് മുസ്ലിം ജിന്നിനോട് സഹായം തേടിയാൽ ശിർക്കാവില്ല, വസീലത്ത് ശിർക്കാകുന്നതാണ് എന്നുള്ള തെളിവ് ചോദിച്ചപ്പോൾ അതിനാണ് നിങ്ങൾ ഉദ്ധരിച്ചിട്ട്. ആ സംശയവും ഫൈസൽ മൗലവി വ്യക്തമാക്കി കൊടുത്തു. ആലു ഷെയ്ഖ് വൈരുദ്ധ്യം പറഞ്ഞൊന്ന് വെട്ടി തീർക്കാൻ അപ്പശ്രമം. ഇത് ആലു ഷെയ്ഖ, ഇത് അബ്ദുറഹ്മാൻ സലഫിയല്ല. ആലു ഷെയ്ഖ് വ്യക്തമായി പഠിപ്പിച്ചു, ഇത് ഇസ്തിആനത്ത്, ഇത് അൽ ഇസ്തിആനത്തു ബിൽ ജിന്നി സവാഅൻ അകാനു മുസ്ലിമീന അം ഗൈറ മുസ്ലിമീന വസിലത്തുൻ മിൻ വസായിൽ ശിർക്കി. നിങ്ങൾ വായിച്ചത് 8 വരി മേലെ മുസ്ലിം ആവട്ടെ അല്ലാത്താവട്ടെ വസിലത്തുൻ മിൻ വസായിൽ ശിർക്കി, ശിർക്കിലേക്കുള്ള വസീലയാണ്. ഇന്ന് തെളിവെടുത്ത എന്താ? ഖാല തആല എന്ന് താഴെ പറയുന്നു. അല്ലാഹു പറഞ്ഞിരിക്കുന്നു വയൗമ യഹ്ശുറുഹും എന്ന ആയത്ത്. എന്താ പറഞ്ഞത്? മുസ്ലിം ആവട്ടെ മുസ്ലിം അല്ലാത്തതാവട്ടെ ശിർക്കിലേക്കുള്ള വസീലയാണ്. കാരണം എന്താ? അങ്ങനത്തെ ചോദ്യത്തെ പറ്റിയ മേലെ അദ്ദേഹത്തോട് ചോദ്യം. സംവാദശേഷം 2014 മെയ് മാസത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പരിപാടിയിലെ ഈ ഭാഗം കേൾക്കുക. എന്ന ജൂതന്മാർ രൂപം കൊടുത്ത ഷിയാക്കള് കറ്റുകെട്ടിയുണ്ടാക്കിയ ആ നബിയുടെ പേരിൽ നുണ പറഞ്ഞുണ്ടാക്കിയ ആ വാചകത്തെ പറ്റി ഞാൻ നടത്തിയ പഠനത്തിൽ ഈ പണ്ഡിതന്മാര് സൗദി അറേബ്യയിലെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആ കുടുംബ പരമ്പരയിൽപ്പെട്ട നജിദിലെ പണ്ഡിതന്മാരുടെ റസായിലുകളിൽ അവർ രേഖപ്പെടുത്തിയ ഒരു യാഥാർത്ഥ്യമുണ്ട്. വല്ല മരുഭൂമിയിലും വെച്ച് ആരെങ്കിലും യാ ഇബാദല്ലാഹി എന്ന് വിളിക്കുമ്പോൾ ജിന്നിനെ ഉദ്ദേശിച്ചുകൊണ്ട് വിളിച്ചാൽ ആ വിളി കേൾക്കുന്ന ജിന്നുകൾ ഈ വിളിക്കുന്നവന്റെ അടുക്കലേക്ക് വരുന്നു, അവനെ സ്വാധീനിക്കുന്നു, അവനെ കീഴ്പ്പെടുത്തുന്നു, എന്നിട്ട് അവനെ ശിർക്കിലേക്ക് നയിക്കുന്നുവെന്ന്. യാ ഇബാദല്ലാ എന്ന് വിളിക്കുന്നവരെ അവരെയാണ് ചെലുത്താൻ കീഴ്പ്പെടുത്തുന്നത്. ഇത് പ്രചരിപ്പിക്കുന്നവരെയോ നേതൃത്വം കൊടുക്കുന്നവരെയോ ഈ വാദവുമായി നടക്കുന്നവർ ബാധയുള്ളവരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഷിർക്കാരോപണം ഷിർക്കിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന വഴികൾ 8. നിർവചനം മാറിമറിയുന്ന തൗഹീദ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മടവൂർ വിഭാഗം ഉന്നയിച്ച ഒരു വലിയ വിമർശനമാണ് നാം തൗഹീദിന്റെ നിർവചനം മാറ്റിമറിച്ചു എന്നത്. ഒരു കാര്യം പ്രാർത്ഥനയാകുന്നത് അത് മനുഷ്യ കഴിവിനപ്പുറമുള്ള ചോദ്യങ്ങളായിത്തീരുമ്പോഴാണ് എന്നത് സൃഷ്ടിക്കഴിവിനപ്പുറം എന്നാക്കി നാം മാറ്റി എന്നതായിരുന്നു ആരോപണം. അതിന് നാം വ്യക്തമായി മറുപടി നൽകി. എന്നാൽ അതേ വിമർശനം ഇപ്പോൾ ഉയർത്തുന്നത് പുത്തൻ ശിർക്കാരോപകരാണ്. ഒരു സൃഷ്ടിക്കും കഴിയാത്ത കാര്യം അല്ലാഹുവിന് മാത്രം കഴിയുന്ന കാര്യം ചോദിക്കലാകണം. കേട്ടോ, പ്രാർത്ഥനയാകണമെങ്കിൽ ഹുസൈൻ മൗലവി പറഞ്ഞതുപോലല്ല കാര്യം. മനുഷ്യന്റെ കഴിവ്, നമ്മുടെ കഴിവ് അവസാനിക്കുന്നിടത്തല്ല പ്രാർത്ഥന ആരംഭിക്കുന്നത്. നേരെ മറിച്ച് സൃഷ്ടികളുടെ കഴിവ്, സൃഷ്ടി എന്ന് പറയുമ്പോൾ ജിന്നിന്റെ കഴിവ്, മലക്കിന്റെ കഴിവ്, അള്ളക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യം അത് ചോദിച്ചാലേ പ്രാർത്ഥനയാവുകയുള്ളൂ. പ്രാർത്ഥനയാകണമെങ്കിൽ ഒരു സൃഷ്ടിക്കും കഴിയാത്ത കാര്യം അള്ളാഹുക്ക് മാത്രം കഴിയുന്ന കാര്യം ചോദിക്കലാകണം. അപ്പോഴേ പ്രാർത്ഥനയാവുള്ളൂ, അല്ലെങ്കിൽ പ്രാർത്ഥനയാവൂല. അപ്പൊ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഒരു കാര്യം ചോദിച്ചാൽ പ്രാർത്ഥനയാവോ? ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഒരു കാര്യം ചോദിച്ചാൽ പ്രാർത്ഥനയാകുമോ? പ്രാർത്ഥനയാവുകയില്ല. മനസ്സിലാക്കണം, ഈ വാദമാണ് ഹുസൈൻ മൗലവി പിന്താങ്ങുന്ന വാദം. ഇതേ ആശയമാണ് മടവൂർ വിഭാഗം കഴിഞ്ഞ 10 വർഷം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അവരുടെ വാദം ഏറ്റെടുത്ത ഇതേ വ്യക്തി തന്നെയാണ് അന്ന് മടവൂർ വിഭാഗത്തിന്റെ ഈ വിമർശനത്തിന് മറുപടി നൽകിയതും. എന്താ പറയുന്നത്? പ്രാർത്ഥനയുടെ നിർവചനം മാറ്റിയെന്ന പുതിയ നിർവചനം ഉണ്ടാക്കിയെന്ന കാര്യമായിട്ട് മൂപ്പര് വാദമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ആ പ്രസംഗത്തിൽ ഇടക്കിടക്ക് മൂപ്പര് പ്രാർത്ഥനയുടെ നിർവചനം മാറ്റി എന്തോ പുതിയത് ഉണ്ടായിന്ന് മറ്റുള്ള കേൾക്കുന്ന കൗമ സാധാരണക്കാരന് ഇതൊന്നും അറിയില്ലല്ലോ. അപ്പൊ കേൾക്കുന്ന കൗമൻ എന്തോ പുതിയത് നമ്മൾ ഉണ്ടാക്കിയെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യമുല്ലാക്ക ഇടക്കിടക്ക് പറയേണ്ടത് പ്രാർത്ഥനയുടെ നിർവചനം മാറ്റി, പ്രാർത്ഥനയുടെ നിർവചനം മാറ്റി. ഒന്നുകൂടി ആ ഭാഗം ഒന്ന് ക്ലിയറായി നിങ്ങൾ കേട്ടോളൂ. എന്നിട്ട് ഞാൻ ആദ്യം നിർവചനം പഠിപ്പിക്കാം. എന്നിട്ട് നമുക്ക് കാര്യം അറിയാത്തൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അത് അശ്വനിമാർക്കും പഠിപ്പിച്ചു കൊടുക്കണം, ഇവർക്കും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. അതേതായാലും ഇദ്ദേഹം ഇടയ്ക്കെന്ന് പറയുന്നത് നിർവചനം മാറ്റിയ കഥ അതൊന്നും നിങ്ങൾ ക്ലിയർ ആയി കേട്ടോളൂ. പക്ഷേ അശ്വനിയുടെ ചോദ്യം, നിങ്ങൾ നിർവചനം മാറ്റിയെന്ന വാദപ്രതിവാദത്തിന് വന്നിരുന്ന ടീം, ആ ടീം നിർവചനം മാറ്റി. എന്തായിരുന്നു നിർവചനം മാറ്റിയത്? സൃഷ്ടികളുടെ കഴിവിനപ്പുറമുള്ളത് ചോദിക്കലാണ് എന്ന്. എന്തായിരുന്നു നിർവചനം മാറ്റിയത്? സൃഷ്ടികളുടെ കഴിവിനപ്പുറം
അപ്പുറമുള്ളത് ചോദിക്കലാണ് എന്ന്. ഇൻഷാ അല്ലാഹ് നിർവചനം നമ്മൾ കേൾപ്പിച്ചു തരാം. അവർ മാറ്റിയ നിർവചനം. മാറ്റിയ നിർവചനം കേൾപ്പിച്ചേരാന്ന്. സൃഷ്ടികളുടെ കഴിവിനപ്പുറമുള്ളത് ചോദിക്കൽ, അതാണ് പ്രാർത്ഥന. അത് മുജാഹിദിൽ മാറ്റിയ നിർവചനമാണ് എന്ന്. അവസാനം സൃഷ്ടിയുടെ കഴിവിനപ്പുറം എന്ന പ്രയോഗം ഞങ്ങൾ പുതുതായി ഉണ്ടാക്കിയതല്ല. കേരള നദുവത്തുൽ മുജാഹിദീനിന്റെ 1ാം പ്രസിഡന്റ് മുതൽ നമ്മുടെ പണ്ഡിതർ പ്രാമാണികമായ ഇതേ നിലപാടാണ് സ്വീകരിച്ചത് എന്ന് തെളിയിക്കുന്നത് കാണുക. അത് നമ്മൾ പിന്നെ കേൾപ്പിക്കുന്നു. മൂയിലാരി കേൾപ്പിക്കണ്ട, ഞങ്ങൾ കേൾപ്പിച്ചേരാ. എവിടുന്നല്ലേ? ഇത് യുവത ഇറക്കിയ ബുക്ക്, ലേറ്റസ്റ്റ് ബുക്കാണ്. യുവത ഇറക്കിയ ബുക്ക്. യുവത എന്ന് പറഞ്ഞാല് മടവൂരികളുടെ പ്രസിദ്ധീകരണാലയം. ആരുടെ ഫത്വ? കെ എം മൗലവിയുടെ ഫത്വ. ഏത്? കെ എം മൗലവിയുടെ ഫത്വ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരൻ, അദ്ദേഹം കൊടുത്ത ഫത്വ കെ എം മൗലവി. ആ കെ എം മൗലവിയുടെ ഫത്വകൾ ഇതൊന്ന് വായിച്ച് പഠിച്ചൂടെ മദനി? നന്നായിട്ട്. എന്താ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം? ഞങ്ങളൊക്കെ സുന്നിയായിരുന്നു. ആ സുന്നിയായിരുന്ന ഞങ്ങളൊക്കെ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നതൊക്കെ വായിച്ച് പഠിച്ച് ആദർശം പഠിച്ചിട്ടാ വാദോറേ നടക്കണത്. ഈ മദനി എന്നൊക്കെ പറഞ്ഞ സർട്ടിഫിക്കറ്റും കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. ഒന്ന് വായിച്ചൂടെ ഈ ബുക്ക്? കെ എം മൗലവിയുടെ ബുക്കെങ്കിലും ഒന്ന് വായിച്ചു നോക്കൂടെ? ഞാനല്ല പറയുന്നത്, കേട്ടോളൂ. മുജാഹിദുകൾ മാറ്റിയ, മുജാഹിദുകൾ തിരുത്തിയ നിർവചനാണ്, പുതിയ നിർവചനം ഉണ്ടാക്കിയതാണ്. എന്നാ ഇതിന്റെ 136-ാമത്തെ പേജ് കേട്ടോ. കെ എം മൗലവിയുടെ ഫത്വ. കെ എം മൗലവിയുടെ ഫത്വ. അത് KNM പബ്ലിഷ് ചെയ്തല്ല, യുവത പബ്ലിഷ് ചെയ്തത്. CP ഉമർ സുല്ലമി. ആ CP ഉമർ സുല്ലമിയാണ് ഇതിന് അദ്ദേഹമാണ് ആമുഖം എഴുതിയിട്ടുള്ളത്. CP ഉമർ സുല്ലമി ആമുഖം എഴുതിയിട്ടുണ്ട്. ഇതിൽ പറയുന്നത് കൃത്യമായി കേട്ടോളൂ. അതായത് എഴുതി വെക്കണം. അതായത് അള്ളാഹുവിന്റെ ശക്തിയിൽ മാത്രമുള്ളതും സൃഷ്ടികളുടെ ശക്തിക്കപ്പുറത്തുള്ളതുമായ രക്ഷയോ സഹായമോ ഏതെങ്കിലും ഒരു കാര്യം സാധിച്ചു തരുവാൻ വേണ്ടിയുള്ള ദുആ. എന്റെ ബ്രാക്കറ്റിൽ വളരെ അങ്ങേയറ്റമുള്ള താഴ്മയോടുകൂടിയുള്ള അപേക്ഷ അള്ളാഹുവിനോട് മാത്രമേ ചെയ്യുവാൻ പാടുള്ളൂ. അപ്പൊ സൃഷ്ടികളുടെ കഴിവിനപ്പുറമുള്ളത് പുതിയ നിർവചനമല്ല, കെ എം മൗലവി എഴുതിയ നിർവചനം. ഇനി ആ നിർവചനം നിങ്ങൾക്ക് പറ്റൂലേ? എങ്കിൽ ദാ ഇത് പ്രാർത്ഥന തൗഹീദ്, യുവത തന്നെ ഇറക്കിയ ബുക്ക്, യുവത എഴുതിയ ബുക്ക്. പ്രാർത്ഥന തൗഹീദ് ചെറിയമുണ്ട് അബ്ദുൽ ഹമീദ് മദനി എഴുതിയ ബുക്ക്. സഹോദര, ഇവിടെ വിശകലന വിധേയമായ വിഷയങ്ങൾ തൗഹീദുമായി മാത്രം ബന്ധപ്പെട്ടവയാണ്. ഇതിൽ ആശയമാറ്റം സംഭവിച്ചത് ആർക്കാണ് എന്നത് വളരെ വ്യക്തമാണ്. ചില വിഷയങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ ഷിർക്കിന്റെ പ്രചാരകരായ സമസ്തക്കാരുടെ നിലപാടിൽ നമ്മുടെ സഹോദരങ്ങൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ഷിർക്ക് ഉറുമ്പരിക്കും പോലെ അരിച്ചെത്തുമെന്നത് നാം മറക്കരുത്. മറ്റു ചില വിഷയങ്ങളിൽ മടവൂർ വിഭാഗം മുന്നോട്ടുവെച്ച ആശയത്തിലും എത്തിപ്പെട്ടിരിക്കുന്നു. ഇത്രയുമായപ്പോൾ അബ്ദുൽ സലാം സുല്ലമി ഒരു ഐക്യാഹ്വാനവും നടത്തി. അതോടെ TP അത് ഏറ്റെടുക്കാനും മറന്നില്ല. സേവയും ജിന്നുമായി
ജിന്ന് ചികിത്സയും അതുപോലെ ജിന്നിനെ സഹായത്തിന് തേടുക എന്ന ശിർക്കൻ വാദവും ഇതെല്ലാം കൂടി കടന്നു വന്ന് അതിൽ സ്വാധീനിക്കപ്പെട്ട ഒരാൾക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇനി ഒരിക്കലും സ്ഥാനമുണ്ടാവുകയില്ല. അവർക്ക് ആ ആദർശത്തെ കൈയൊഴിക്കാതെ തിരിച്ചു വരാൻ സാധ്യമല്ല. പക്ഷെ ഒരു കാര്യം, ഈ ആദർശത്തിന്റെ പേരിലൊന്നുമല്ല ഇപ്പോൾ ഇതിനെതിരുള്ള ചില കൂട്ടായ്മകൾ വന്നിട്ടുള്ളത്. അവരുടെ മുന്നിൽ ഞാൻ വിനയപൂർവ്വം സംഘടനയുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഞാൻ സംസാരിക്കട്ടെ. നിങ്ങൾക്ക് സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങളാണോ, വ്യക്തിപരമായ എന്തെങ്കിലും എതിർപ്പുകളാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും നടപടികളോട് എന്തെങ്കിലും സമീപനങ്ങളോട് നിങ്ങൾക്ക് വിരോധമാണോ, എതിർപ്പുണ്ടായിട്ടുണ്ടോ എങ്കിൽ സംഘടനാ നേതൃത്വം നിങ്ങൾക്ക് വേണ്ടി ഏതൊരു സന്ദർഭവും ഉപയോഗിക്കുവാനും ആ സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് കൂട്ടായി പ്രവർത്തിക്കുവാനുമുള്ള അവസരങ്ങൾ യാതൊരു സംശയവും വേണ്ട ഈ സംഘടന നിങ്ങളുടെ മുന്നിൽ വാഗ്ദാനം ചെയ്യുക. ഒരൊറ്റ കുട്ടി വ്യക്തിപരമായി, സംഘടനാപരമായി, അല്ലെങ്കിൽ അധികാരവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സമീപനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ എന്തെങ്കിലും അനുഭവങ്ങൾ, എന്തെങ്കിലും നിങ്ങൾക്ക് വെറുപ്പുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു സംഘടനയാണ്, ആരുടെയും സ്വന്തമല്ല. ആരും ഈ ആദർശത്തെക്കാൾ വലിയ നേതൃത്വമൊന്നും ഇതിനില്ല. സാധാരണക്കാരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന നേതൃത്വമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വാക്ക് തരുന്നു. ഈ നമ്മുടെ ആസ്ഥാനത്ത് നിങ്ങൾക്ക് വേണ്ടി ഏതൊരു സന്ദർഭങ്ങളിലും എന്തൊരു അഭിപ്രായ ഭിന്നതയാണെങ്കിലും അതൊക്കെ നമുക്ക് മറക്കാവുന്നത്, നമുക്ക് സംസാരിക്കാവുന്നതാണ്. അതിൽ സംഘടന എത്ര താഴോട്ട് വരണം, എന്ത് വിട്ടുവീഴ്ചക്കൊരുങ്ങണം, ആരധികാരത്തിൽ നിന്ന് പോകണം, ഈ കാര്യങ്ങൾക്കെല്ലാം സംഘടന തയ്യാറാണ് എന്ന് കൂടി ഞാൻ ഇവിടെ പറയട്ടെ. എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ, എന്തെങ്കിലും സമീപനങ്ങൾ ഉണ്ടായെങ്കിൽ ഇത് ഞാൻ വളരെ വിനീതനായ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലക്ക്, ഇത് നേതൃത്വത്തിലുള്ള പ്രവർത്തകൻ എന്നുള്ള നിലക്ക് പറയാണ്. ഇത് ചിലർക്ക് ഐക്യപ്രതീക്ഷകളും സമ്മാനിക്കുന്നു. നിങ്ങൾ അവിടെ നിൽക്കുന്ന കാലത്ത് ഒരുമിച്ചുണ്ടായിരുന്ന വ്യതിയാനങ്ങളിൽ നിന്ന് ആ വ്യതിയാനം പൂർണ്ണമായി സംഭവിച്ചിരിക്കുന്ന നിങ്ങൾ മാറിയെന്നപ്പോ കുറച്ചു ഭാഗം ആളുകൾ നേരെയായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആദർശപരമായി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന സിഹിർ അടക്കമുള്ള ജിന്ന് വിഷയം അടക്കമുള്ള വിഷയങ്ങളിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന വിശുദ്ധ ഖുർആന്റെയും പ്രവാചകത്തിന്റെയും നിലപാടിലേക്ക് അവരെന്നല്ല നിങ്ങൾ വന്നാൽ പോലും ഞങ്ങൾക്ക് പരസ്പരം കൂടിയിരിക്കുവാൻ പ്രയാസമുണ്ടാവില്ല. ജിന്ന്, സിഹിർ, ഹദീസുകളോടുള്ള സമീപനം തുടങ്ങി പല വിഷയങ്ങളിലും മടവൂർ വിഭാഗത്തിന്റെ പാളയത്തിലേക്കുള്ള യാത്ര സത്വരം നടന്നുകൊണ്ടിരിക്കുന്നു. വാദം തെളിയിക്കാൻ ആയത്തിന്റെ പകുതി മുറിച്ചു മാറ്റിയാണ് ചിലർ ഇത് ചെയ്യുന്നത് എന്നത് കൂടുതൽ വേദനാജനകമാണ്. അതുപോലെ സിഹിർ കൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കാൻ കഴിയൂല. ഇത് ഖുർആന്റെ നസ്സാ. അങ്ങനൊക്കെ സാധിക്കുമായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സിഹിറോണ്ടൊക്കെ ആളെ ബുദ്ധിമുട്ടിക്കാൻ കഴിയാ. ഞാനിപ്പോ കല്ലിക്കടിയിലേക്ക് വന്ന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു സിഹിർ വെച്ചാ പോരാ കടവത്തൂർ ജംഗ്ഷനിൽ എന്റെ വണ്ടി ഇങ്ങോട്ട് തിരിയോ, നദി പോകും തലശ്ശേരിക്കന്നെ. KV ഓതിയ ആയത്താണിത്. അദ്ദേഹം മുറിക്കുന്നത് ഇവിടെയാണ്. എന്നാൽ ആയത്തിന്റെ ബാക്കി ഭാഗം നോക്കൂ. ആയത്തിന് അമാനി മൗലവി നൽകിയ അർത്ഥം കാണുക. ഐക്യത്തെക്കുറിച്ച് ഈ 3 വ്യക്തികളുടെ വിശദീകരണങ്ങൾ കേൾക്കുമ്പോൾ മനസ്സ് 10 വർഷം പിന്നിലേക്ക് വീണ്ടും യാത്ര നടത്തുകയാണ്. കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീണ 10 വർഷങ്ങൾ, കണ്ടാൽ ചിരിക്കാൻ മറന്ന കുറെ വർഷങ്ങൾ, പോലീസ്, കോടതി, ബഹളം, എന്തെല്ലാം നടന്നു ഇവിടെ. അപ്പോൾ അതെല്ലാം വെറുതെയായിരുന്നു. ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങൾക്ക് 10 കൊല്ലം കഴിയുമ്പോൾ ഇത്തരമൊരു ഫൈനൽ എപ്പിസോഡ് തന്നെയാണോ പ്ലാൻ ചെയ്യുന്നത്? അത് കാണാൻ ഇവിടെ ആരൊക്കെ ബാക്കിയാകും എന്നറിയില്ല. 2002 പിരിഞ്ഞ സഹോദരങ്ങളടക്കം എല്ലാവരും ഒന്നിക്കുക തന്നെയാണ് വേണ്ടത്, പ്രഖ്യാപിത ലക്ഷ്യങ്ങൾക്ക് ശക്തി പകരാൻ. പക്ഷേ അത് തെറ്റുകൾ തിരുത്തിയ ഐക്യമാകണം. സ്ഥാനമാനങ്ങളും സ്ഥാവര ജംഗമ സ്വത്തുക്കളും ഓഹരിവെച്ച ഐക്യമല്ല. പ്രസ് കോൺഫറൻസുകളിൽ പറഞ്ഞു സുഖിക്കാൻ മാത്രമുള്ള ഐക്യമല്ല. സുഹൃത്തെ, ഷിർക്കാരോപണം ഷിർക്കിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന വഴികൾ 9. മുജാഹിദുകൾ പഠിപ്പിച്ച തൗഹീദ് മാറ്റിമറിച്ചവർ എത്തുന്നത് സമസ്തക്കാരുടെ നിലപാടിൽ. കാര്യകാരണ ബന്ധത്തിനപ്പുറം
അഭൗതിക മാർഗത്തിൽ, അദൃശ്യ വഴിയിൽ നമ്മെ സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്ന വിശ്വാസമാണ് നമ്മുടെ തൗഹീദിന്റെ കാതൽ. ഇത് മനസ്സിലാക്കുന്നതിൽ സംഭവിച്ച പിഴവാണ് കേരളത്തിലെ മുഴുവൻ യാഥാസ്ഥിതിക ഗ്രൂപ്പുകളെയും ഇത്രയും അധമമായ അവസ്ഥയിൽ എത്തിച്ചതിന്റെ പ്രധാനമായ കാരണം. ഇങ്ങനെ അവർ പറയാൻ കാരണം യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്തിനെ അംഗീകരിക്കുന്ന 14 നൂറ്റാണ്ട് കാലത്തെ മുസ്ലിം ജനകോടികൾ മുഴുവൻ മഹാത്മാക്കളിൽ നിന്ന് മറഞ്ഞ വഴിക്ക് ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. മഹാത്മാക്കളിൽ നിന്ന് അഭൗതികമായ നിലയ്ക്ക് സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. മഹാത്മാക്കളിൽ നിന്ന് അദൃശ്യമായ നിലയിൽ സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. മഹാത്മാക്കളിൽ നിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. അദൃശ്യമായ നിലയ്ക്ക് അള്ളാഹു അല്ലാത്തവർ സഹായിക്കും. അഭൗതിക കഴിവ് റബ്ബ് അല്ലാത്തവർക്കും ഉണ്ട് എന്ന് തെളിയിക്കാൻ ജിന്ന്, മലക്ക് എന്നിവകളുടെ കഴിവ് യാഥാസ്ഥിതിക പണ്ഡിതന്മാർ അഭൗതികമാക്കി അവതരിപ്പിച്ചു. പ്രസ്തുത കഴിവുകൾ കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്താണെന്ന് വാദിച്ചു. അഭൗതികമായ സഹായമാണ് അള്ളാഹു ചെയ്യുന്നത്. അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് ഖുർആനിലില്ല. അങ്ങനെ ഖുർആനിൽ ഒരു ആയത്തും തെളിയിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് ഖുർആനിലുള്ളത്. ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. വൽ മലായികത്തു ബഅദ ദാലിക ലഹീർ. അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്. സാധാരണമല്ല, അസാധാരണമാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ചുരുക്കത്തിൽ അഭൗതികമായ സഹായം അത് അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ, മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് ഖുർആനിൽ ഇല്ല. ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളവാണ്. ആർക്കും തെളിയിക്കാനും സാധ്യമല്ല. എന്നാൽ ദുഃഖകരമായ ഒരു സത്യം, ഈ അടിസ്ഥാന വിഷയത്തിൽ സമസ്ത സ്വീകരിച്ച ആശയ അടിത്തറയിലേക്ക് മുജാഹിദുകളായി അറിയപ്പെടുന്ന ചില പണ്ഡിതർ എത്തിച്ചേർന്നു. നാഥ, നിന്നിൽ ശരണം. കാരണം ജിന്ന് അഭൗതിക കഴിവുള്ള സൃഷ്ടിയാണ് എന്ന സമസ്തയുടെ നിലപാട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ഇന്ന് ചിലർ അവതരിപ്പിക്കുന്നു. ആ ജിന്നിന്റെ കഴിവ് അദൃശ്യമായ കഴിവാണ്, അഭൗതികമായ കഴിവാണ്. അതുകൊണ്ട് അദൃശ്യമായ ജിന്നിനോട് ആ ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നത് അദൃശ്യമായ രീതിയിലുള്ള ചോദ്യമാണ്, അഭൗതികമായ രീതിയിലുള്ള ചോദ്യമാണ്. അതുകൊണ്ടാണ് ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നതും ശിർക്കാണ്, ശിർക്കാണ്, ശിർക്കാണ് എന്ന് പറയുന്നത്. നോക്കൂ, സമസ്ത നേതാക്കളും ഇതുതന്നെയാണ് പറയുന്നത്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്. സാധാരണമല്ല, അസാധാരണമാണ്. തുടർന്ന് ജിന്നും മലക്കും കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്താണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. നോക്കൂ, ഇതേ ആശയം ഇന്ന് ചിലർ അവതരിപ്പിക്കുന്നത് മുജാഹിദ് വേദികളിൽ നിന്നാണ്. അബ്ദുൽ ജബ്ബാർ മൗലവി ഇതിന് പറഞ്ഞ ന്യായങ്ങൾ എന്താണ്? ഒന്ന്, കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ളതല്ല. ജിന്നിനോടുള്ള അതല്ലെങ്കിൽ മലക്കിനോടുള്ള ഈ സഹായദത്തം കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ളതല്ല എന്നാണ്. എന്നാൽ ഇത് അപ്പുറത്തുള്ളതല്ലേ? ആണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്ത് കാര്യകാരണ ബന്ധമാണ് ജിന്നും മനുഷ്യനും തമ്മിലുള്ളത്? നാം പറയുന്നത് ജിന്നിന് എങ്ങനെ കേൾക്കാൻ കഴിയും? എന്നാൽ ജിന്ന് മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമാണെന്ന് നിങ്ങളും പറഞ്ഞിട്ടില്ലേ എന്നാണ് ചിലരുടെ ചോദ്യം. മനസ്സിലായോ? ഫൈസൽ മുസ്ലിയാര് ഭൗതികൊട്ട് കളിക്കാൻ നോക്കല്ലേ. ഈ നാട്ടിലുള്ള കുറെ കുട്ടികളെ തല ബടക്കാക്കിയിട്ട് അവസാനം കോഴിച്ചന സംവാദത്തിന് ഇരുന്നപ്പോ ഭൗതികം 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 എന്ന് പറഞ്ഞ് കുഴപ്പത്തിലാക്കിയ മുസ്ലിയാര് അവിടെ എത്തിയപ്പോ പറയാണ്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോടുള്ള പോരെ. ഈ ചോദ്യത്തിന് അതേ സംവാദ വ്യവസ്ഥയിൽ തന്നെ വ്യക്തമായ മറുപടിയും നൽകപ്പെട്ടു. പിന്നെ CD കേട്ട പോലെ ഇതും കേട്ടെങ്കിൽ അതിന് പിന്നെ വിയോജിക്കാതെ നിവൃത്തില്ല. എന്റെ CD വിഷയമായി ഏത് കേട്ടാലും നിങ്ങൾ എഴുതിയ ആദ്യ വാചകത്തോട് വിയോജിക്കുന്ന ആളേ അല്ല എന്ന് എന്റെ CD നിന്ന് വളരെ വ്യക്തമാണ്. 3 CD പ്രധാനമായും ആ രംഗത്തിറങ്ങിയിട്ടുള്ളത്. ഒന്ന് വേങ്ങരയിൽ ഞാൻ നടത്തിയ ചത്തപോത്തും യാ ഇബാദല്ലയും എന്ന ഒരു CD. മറ്റൊന്ന് സൂപ്പർ ബസാറിൽ നടത്തിയ പുഴയിൽ വീണ അക്രാനികളും കരകയറ്റുന്ന സലഫികളും എന്ന CD.
മൂന്നാമത് ഒദായിൽ നടത്തിയ പരസ്യമായ ഒരു മുഖാമുഖം, പ്രാർത്ഥന തൗഹീദ്, വിവാദങ്ങളും വസ്തുക്കളും എന്ന CD. ഇപ്പോൾ 4ാമത് കരിമ്പില CD-യും ജിന്നുകോട് ഇസ്തിഗാസയോ എന്ന പേരിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇൻഷാല്ലാ CD റബ്ബിന് തൗഫീഖ് ഉണ്ടെങ്കിൽ ഇനിയും ഇറങ്ങും. അപ്പൊ ഏതായിരുന്നാലും ആ CD-യിലെല്ലാം, ആ 4 CD-യിലും ഒരേപോലെ പറഞ്ഞ കാര്യമാണ്, മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യമെന്നോ അഭൗതികമെന്നോ ജിന്നിനെ കുറിച്ച് പ്രയോഗിക്കൽ തെറ്റല്ല, അത് ശരി തന്നെയാണ് എന്ന് ഈ 4 CD-യിലും കാണാൻ കഴിയും. ഈ താങ്കൾ എന്തുകൊണ്ട് കേട്ടില്ല എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയില്ല. നിസ്സംശയം മുജാഹിദുകൾ പറയുന്നു, ജിന്നിനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞ വാദമല്ല ഞങ്ങൾക്ക് എന്നതിന്റെ വ്യക്തമായ തെളിവ് സലഫിയും കൂട്ടരും ജിന്ന് അഭൗതികമാണെന്ന് പറയുന്നതോടൊപ്പം അത് കാര്യകാരണ ബന്ധത്തിനപ്പുറത്താണ് എന്നുകൂടി വാദിക്കുന്നുണ്ട്. എന്നാൽ ഞങ്ങൾക്ക് അങ്ങനെയൊരു വാദമില്ല. എന്നാൽ ശിർക്ക് ആരോപകർക്കിടയിലെ ഒരു പ്രമുഖൻ ചോദിക്കുന്ന ചോദ്യം നോക്കൂ. ഫൈസൽ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഭാഗമായി ഇവിടെ പറയുകയുണ്ടായി, മടവൂരികൾ പ്രചരിപ്പിച്ച ജിന്ന് കാര്യകാരണ ബന്ധത്തിന് അതീതമാണ് എന്നുള്ള ഒരു പ്രചരണം മുജാഹിദുകൾ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നു എന്ന്. എന്റെ മുസ്ലിയാരോട് വളരെ സ്നേഹത്തോടെ താങ്കൾക്ക് ലഭിക്കുന്ന 5 ചോദ്യോത്തര സെഷനിലെങ്കിലും, അതല്ലെങ്കിൽ അവസാനം ലഭിക്കുന്ന ഉപസംഹാര സെഷനിലെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഒരു പണ്ഡിതൻ ജിന്നും മലക്കും കാര്യകാരണ ബന്ധത്തിനതീതമാണ് എന്ന് പറഞ്ഞതായി തെളിയിക്കാൻ ഫൈസൽ മുസ്ലിയാർക്ക് സാധിക്കുമെങ്കിൽ ഈ വേദി അദ്ദേഹം ഉപയോഗപ്പെടുത്തണം. ഇതാ നോക്കൂ, അപ്രകാരം പറഞ്ഞ പണ്ഡിതനെ. അബ്ദുൽ ജബ്ബാർ മൗലവി ഇതിന് പറഞ്ഞ ന്യായങ്ങൾ എന്താണ്? ഒന്ന്, കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ളതല്ല. ജിന്നിനോടുള്ള അതല്ലെങ്കിൽ മലക്കിനോടുള്ള ഈ സഹായതട്ടം കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ളതല്ല എന്നാണ്. എന്നാൽ ഇത് അപ്പുറത്തുള്ളതല്ലേ? ആണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്ത് കാര്യകാരണ ബന്ധമാണ് ജിന്നും മനുഷ്യനും തമ്മിലുള്ളത്? നാം പറയുന്നത് ജിന്നിന് എങ്ങനെ കേൾക്കാൻ കഴിയും? സുഹൃത്തെ, ഇസ്ലാഹിലെ വരികൾ ഷിർക്കൻ വിശ്വാസമായി ചിത്രീകരിക്കുക എന്ന മിനിമം ലക്ഷ്യം മാത്രം മുന്നിൽ വെച്ച് നടത്തിയ തിരിമറി ഇവരെ ഇപ്പോൾ എവിടെ എത്തിച്ചു എന്ന് ചിന്തിക്കുക. സുഹൃത്തെ, തെറ്റുകൾ തിരുത്തണമെങ്കിൽ നാം ഹൃദയം തുറന്ന് ചിരിക്കണം, പിണക്കം മറക്കണം, വിയോജിപ്പുകൾ വിഷയാധിഷ്ഠിതമാകണം. പ്രഭാഷണ വേദികളിൽ നിന്ന് കേൾക്കുന്നത് മാത്രമാകരുത് നമ്മുടെ പഠനശ്രമങ്ങൾ. സ്വയം പഠനത്തിന് തയ്യാറാകുക. കുതന്ത്രങ്ങൾ നമ്മെ അകറ്റരുത്. പിന്നെ സഹപ്രവർത്തകരോട് ആര് അധിക്ഷേപിച്ചാലും കള്ളക്കഥകൾ പ്രചരിപ്പിച്ചാലും നമുക്ക് ഉറക്കെ പറയാം, ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് മതി, ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ മതി. ഈ കൊച്ചുവരികളും മങ്ങിയ കാഴ്ചകളും ഇവിടെ അവസാനിക്കുന്നു. തൗഹീദിനു വേണ്ടി ജീവിച്ച് അവസാനം മനസ്സിൽ ശിർക്ക് വെച്ച് മരിക്കാൻ ഇടവരരുത്. സുഹൃത്തെ, ഒരുപക്ഷെ താങ്കൾ പലരോടും പലതും പറഞ്ഞു, കയ്യേറ്റവും കശപിശകളുമുണ്ടായി. പറഞ്ഞത് കുറെ കൂടിപ്പോയി. നമുക്കെല്ലാം മറക്കാം, നിസ്സഹായനാവുന്ന നേരത്തിന് മുമ്പ്. അതെ, അവസാന ബെല്ലിന് മുമ്പ്. കാരണം ജ്വലിക്കുന്ന നരകം ഒരു സത്യമാണ്. മുനവച്ച വാക്കും കലാപ മനസ്സും വെടിഞ്ഞ് നമുക്കൊന്നിക്കാം. നോക്കൂ, അവിടെ അകലെ ഇരുളിൽ നിന്നുയരുന്ന നിശ്വാസം വെളിച്ചം കൊതിക്കുന്ന സുമനസ്സുകളുടേതാണ്. അവരെ നിരാശരാക്കരുത്. ഇല്ലാത്ത പൂച്ചയെ കൂരിരുട്ടിൽ തപ്പി നാം കാലം കഴിക്കരുത്. ഇത് ഒരു പ്രയാണമാണ്. മനുഷ്യഹൃദയങ്ങളുടെ കവാടങ്ങൾ തേടി, മനുഷ്യൻ നിശ്ചയിച്ച അതിർവരമ്പുകൾ ഭേദിച്ച്. താങ്കൾക്കും അവസരമുണ്ട്. വരിക പ്രാർത്ഥനാപൂർവം.